ഗുഡ് ഈവനിങ് ഒരിക്കൽ കൂടി. നമ്മുടെ മുന്നിലേക്ക് ഒരു പുതു വർഷം കടന്നു വരികയാണ്, 2026. ആ ഒരു പുതുവർഷത്തിലേക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും ഒരുപക്ഷെ ഇതിൽ ജോയിൻ ചെയ്തതിൽ മിക്കവരും. എന്നാൽ അങ്ങനെയുള്ള ഒരു പുതുവർഷത്തെ എങ്ങനെ വളരെ സന്തോഷകരമായി ആഗ്രഹങ്ങൾ നിറവേറുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് മിനീഷ് എന്നാണ്. സ്ഥലം വടകര, കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്ക് അടുത്ത് പുറമേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു പ്രോഗ്രാം ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഉടലെടുത്തൊരു പ്രോഗ്രാമാണ്. യാനം എന്ന് പറയുന്ന കേരളത്തിലെ തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള അംഗങ്ങൾ ഒരു കൂട്ടായ്മ എന്നുവെച്ചാൽ യു ആർ നോട്ട് അലോൺ മൈ ഡിയർ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഒരുപാട് ട്രെയിനിങ്ങുകൾ നടത്താറുണ്ട്. ആ ട്രെയിനിങ്ങിന്റെ നമുക്ക് മെയിൻ ആയിട്ടുള്ള 2 ട്രെയിനേഴ്സാണ് നമുക്ക് ഇന്നിവിടെ ഈ പ്രോഗ്രാമുകൾ കൈകാര്യം ചെയ്യുന്നത്. ആദ്യമായി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി യാനം അസോസിയേഷന്റെ ഭാഗത്തു നിന്നും വ്യക്തിപരമായ എൻ്റെ അതേപോലെ ഈ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. നമുക്കിന്ന് ട്രെയിനിങ് തരാൻ വേണ്ടി വളരെ കാലത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും ഒരു ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെയൊക്കെ മെന്ററും മോട്ടിവേറ്ററൊക്കെ ആയിട്ടുള്ള പയ്യന്നൂർ സ്വദേശി രമേശ് മാഷ് കൂടെയുണ്ട്. അതേപോലെ വളരെ പ്രശസ്തനായ ഡോക്ടർ സുമേഷ് സാറ് നമ്മുടെ കൂടെയുണ്ട്. അവരെ പരിചയമുള്ള ആളുകൾ ഇതിലുണ്ടാവും. ഏതായാലും നമുക്ക് ഡീപ്പായിട്ട് അവരുടെ സെഷനിലേക്ക് കടക്കുന്ന സമയത്ത് അവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനും ഒക്കെ സാധിക്കും. ഏതായാലും രണ്ടുപേരെയും നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് 2 സെഷനായിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് ടൈം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക്, അതേപോലെ തന്നെ എങ്ങനെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ നമുക്ക് പലപ്പോഴും പാളിച്ചകൾ പറ്റിയത് എന്തുകൊണ്ടാണ്, അതിനെ തിരുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ വളരെ ഭംഗിയായി നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം പൂർത്തീകരിക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, ഒരു ഫോക്കസ് എങ്ങനെയായിരിക്കണം എന്നുള്ള തരത്തിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു നോളജ് സെഷനാണ് നിങ്ങൾക്ക് ഇന്നിവിടെ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കും പേനയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ഉപകാരപ്പെടും. അതേപോലെ ഒരു 5 മിനിറ്റ് സമയം ആരെങ്കിലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മറന്നുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷണിച്ച ആളുകൾ വന്നില്ലെങ്കിൽ അവരെ ഒന്നുകൂടി ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു 5 മിനിറ്റ് സമയം കൂടിയുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾ ഇപ്പൊ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്ന, നിലവിൽ എന്തൊക്കെ എവിടെയൊക്കെ ബ്ലോക്ക് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഉപകരിക്കും. അത് ഒരു 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ബന്ധുക്കളെയൊക്കെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാനുള്ളതായിട്ട് ഈ ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. ഒരുപാട് ആളുകൾ ഇപ്പോഴും വെയിറ്റിംഗിലാണ്. അതുകൊണ്ട് 5 മിനിറ്റ് നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. ഏതായാലും ഇതിന്റെ ഒരു ഇൻട്രോ നിങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ രമേശ് മാഷെ സ്വാഗതം ചെയ്യാണ്. വെൽക്കം സർ. താങ്ക് യു വിനീഷ്. ഏതായാലും ഈ മനോഹരമായ ഒരു സായന്തനത്തിൽ 2026 സ്വാഗതം ചെയ്യാൻ വേണ്ടി ലോകം കാത്തിരിക്കുന്ന സമയത്ത് അവനവന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറയുന്ന ചില തീരുമാനമെടുക്കാൻ ചങ്കൂറ്റമുള്ള വളരെ പ്രിയപ്പെട്ട എന്റെ കുടുംബാംഗങ്ങൾക്ക് ഒന്നുകൂടി സ്വാഗതം. യു ആർ നോട്ട് അലോൺ മൈ ഡിയർ, അല്ലെങ്കിൽ യാനം എന്ന ഈ ഓർഗനൈസേഷൻ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ആമുഖ ഭാഷണത്തിൽ പ്രിയപ്പെട്ട മിനീഷ് പറഞ്ഞു. ഈ ലോകത്തിൽ 2 തരം ആൾക്കാരാണുള്ളത്. ഒന്ന്, സ്വാഭാവികമായും ജീവിതത്തിൽ ജനിക്കുമ്പോൾ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടത്തോടുകൂടി ജനിക്കുന്നവർ. രണ്ടാമത്തവർ പ്രതിസന്ധികൾ കെട്ട്
എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയാതെ നട്ടം തിരിയുന്നവർ. ആദ്യത്തെ കൂട്ടർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒട്ടനവധി വ്യക്തികളും അവർക്ക് അതിനാവശ്യമായ സമ്പത്തുമുണ്ട്. എന്നാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ വിജയിക്കാം, എങ്ങനെ കൂട്ടായി വിജയിക്കാം എന്നതിന്റെ ഒരു ബാക്കിപത്രമാണ് യാനം. അതുകൊണ്ട് തന്നെ ആദ്യമായി വരുന്ന ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട്. ആരുടെയെങ്കിലും സുഹൃത്തിന്റെ ഒക്കെ ലിങ്കിലൂടെ കടന്നു വരുന്നവർ, അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ടല്ല, ഒരു നടന്ന സംഭവം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നത്. ഈ സെഷന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം ഞാൻ കൈകാര്യം ചെയ്യുന്നു, രണ്ടാമത്തെ ഭാഗം എന്റെ സഹോദരൻ ഡോക്ടർ സുമേഷ് കൈകാര്യം ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്നത്തെ ജീവിതത്തില് നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു 2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള കുറെ അറിവ് ഇവിടുന്ന് ലഭിക്കും. പക്ഷേ ആ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് ശാന്തരായി സൗമ്യരായി നമുക്ക് ഈ സെഷൻ എതിരേൽക്കാം. ഈ സംഭവം നടന്നത് ഏതാണ്ട് 10-60 വർഷം മുമ്പാണ്. അമേരിക്കയിലെ നോർത്ത് ഹോളിവുഡ് എന്ന് പറയുന്ന അന്നത്തെ ഒരു വില്ലേജ്, ഇന്നത് അതിസമ്പന്നന്മാരുടെ താമസിക്കുന്ന ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു വലിയൊരു നഗരമാണ്. ഈ അടുത്ത കാലത്ത് പത്രവാർത്തകളിൽ നോർത്ത് ഹോളിവുഡ് ശ്രദ്ധേയമായിരുന്നു. അവിടെ തീപിടുത്തം ഉണ്ടായി, അതിസമ്പന്നന്മാരുടെ കുറെ വീടുകളൊക്കെ നശിച്ചതൊക്കെ നമ്മൾ പത്രദ്വാരേണ ഈ പല CNN ന്യൂസിലൊക്കെ കണ്ടിടാം. അവിടെ ഒരു പഴയ വർഷം കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു വീടെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നാട്ടിലെ ഒരു കുടിൽ. ആ കുടിലിൽ ഒരു 5ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് പറ്റിയ ഒരു 11 വയസ്സുകാരൻ, അവന് 2 അനിയത്തിമാർ, അതോടൊപ്പം തന്നെ അവന്റെ അമ്മ. ആ അമ്മ നന്നായി മദ്യപിക്കും, മയക്കുമരുന്നിന് അഡിക്റ്റായ 4 ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീ. അവിടെ ഒരാൾ മാത്രമാണ് ഇപ്പോൾ അവരുടെ കൂടെ ഉള്ളത്. അത് ആരുടെ അച്ഛനാണെന്നൊന്നും അവർക്ക് പരസ്പരം അറിയില്ല. അമേരിക്കയിൽ അതൊരു വിഷയമല്ല. ഈ 11 വയസ്സുകാരന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് 3 നേരത്തെ ഭക്ഷണമാണ്. ആരെങ്കിലും കൊടുക്കുന്ന ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുട്ടി തന്റെ അനിയത്തിമാർക്ക് കൊടുക്കണം, അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് കൊടുക്കണം. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിനൊന്നും സമയമില്ലാത്ത ഒരു പാവം കുട്ടി. ആയിടയിൽ ഒരു സംഭവം നടന്നു. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെയുള്ള ഒരു ആചാരമാണ് സ്ട്രേഞ്ചേഴ്സ് ഗിഫ്റ്റ്. അതായത് ആരെങ്കിലും ഒരു സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു പങ്ക് ഏതെങ്കിലും ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി തൊട്ടടുത്ത ഗ്രോസറി ഷോപ്പിലൊക്കെ ഒരു പണം കൊടുത്തിട്ട് പറയും, സുഹൃത്തെ നിങ്ങളുടെ തൊട്ടടുത്ത് ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടു കൊടുക്കും. ഇവർ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഗ്രോസറി ഷോപ്പുകാരൻ ഈ കുടുംബത്തെ കുറിച്ച് അറിയാം. വേവലാതിയോടുകൂടി വിശന്ന് നടക്കുന്ന കുട്ടിയെ അവൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അന്നത്തെ ആ സ്ട്രേഞ്ചേഴ്സ് ഗിഫ്റ്റുമായി ആ ഗ്രോസറി ഷോപ്പിലെ അവരൊരു പണിക്കാരൻ ഈ വീട്ടിലെത്തുന്നു. കഥകിൽ മുട്ടി. കഥക് തുറന്നത് ഈ അച്ഛനായ മനുഷ്യനായിരുന്നു. തുറന്നപ്പോൾ എന്താണ് വന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരാൻ വന്നതാണ്. ഞങ്ങൾ വളരെ എന്താ പറയാ, നിങ്ങളെ ഇതൊന്നും സൗജന്യമൊന്നും സ്വീകരിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വാതിൽ കൊട്ടി അടച്ചു. ഈ 11 വയസ്സുകാരന്റെ കരച്ചിൽ വന്നു. സാധാരണ അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൊതിയോടെ കണ്ടിരുന്ന ആ പ്രിയപ്പെട്ട തന്റെ ടർക്കി കോഴി ഇത് തന്നിൽ നിന്ന് അകത്ത് പോകുന്നു. അല്പം പോലും ആലോചിച്ച് നിൽക്കാതെ ആ മറ്റേ വന്ന കക്ഷി ഒന്നും കൂടെ ഡോറ് മുട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾക്കിത് വേണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖം നോക്കുമ്പോൾ ഇത് കൊടുത്തേ പറ്റൂ. അങ്ങനെ ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് തിരിഞ്ഞു നടന്നു. പിന്നീട് അവിടെ കിട്ടിയ അവസ്ഥയിൽ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഈ കുട്ടി അതും എടുത്ത് തന്റെ അടുക്കളയിൽ പോയി അന്ന് വിഭവസമൃദ്ധമായി ആദ്യമായി ഒരു ഭക്ഷണം കഴിച്ചു. അന്ന് അവനൊരു ലക്ഷ്യം മനസ്സിൽ കുറിച്ചിട്ടു. വിശന്ന് കിടന്നപ്പോൾ തനിക്ക് ആരോ തന്ന ഈ ഭക്ഷണമാണ് ഇന്ന് എനിക്ക് ആരോഗ്യം തന്നിരിക്കുന്നത്. വിത്ത് ഈസ് എ സ്ട്രേഞ്ചേഴ്സ് ഗിഫ്റ്റ്. എനിക്കും വളർന്നാൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയുമായി ആ ബാലൻ തന്റെ ജീവിതം തുടർന്നു. അവൻ തന്റെ നാട്ടിലെ അവനൊരു സെക്യൂരിറ്റി ഗാർഡായി ഒരു സ്ഥലത്തൊരു ജോലി നോക്കിയ ഗ്രാമത്തിൽ. ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ വീട്ടിലേക്ക് ഒരു ദിവസം പോയിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ രഹസ്യം പറഞ്ഞു തരണം. അപ്പൊ ചോദിച്ചു, എന്താണ് രഹസ്യം? എന്ത് രഹസ്യമാണ് അറിയേണ്ടത്? നിങ്ങൾ എങ്ങനെയാണ് ഒരു സമ്പന്നനായത്? ഈ കഥ കേട്ട അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടാണ് സമ്പന്നനായത്. അപ്പൊ കുട്ടി ചോദിച്ചു, ഈ കുട്ടിയെല്ലാം കുറച്ച് മുതിർന്നു,
എനിക്കും ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റും, അതിന് $40 വേണം. 2 ആഴ്ച പോയി ജോലി ചെയ്താൽ പോലും കിട്ടാത്തതാണ് $40. അയാൾ പറഞ്ഞു, സാർ എനിക്കൊരു $40 കിട്ടണമെങ്കിൽ മിനിമം 2 ആഴ്ച ജോലി മാത്രം ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, വെറുതെ തരുമോ ഒരു ടിക്കറ്റ്? ഇല്ല, നീ അത് അധ്വാനിച്ചുണ്ടാക്കി വരാൻ പറ്റും. അങ്ങനെ നീണ്ട കുറച്ചു കാലത്തിന് ശേഷം താൻ സ്വരുക്കൂട്ടിയ $40 ആ ട്രെയിനിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. ആ കുട്ടി പങ്കെടുത്തു. ആ ട്രെയിനിങ്ങിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആ ഗൗരവത്തോടു കൂടി അത് അറിയാവുന്ന ഭാഷയിൽ കുറിച്ചെടുത്തു. പക്ഷേ ട്രെയിനിങ് അവസാനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇനിയും സമ്പന്നനാവണമെങ്കിൽ, അവൻ സാവുന്ന മറ്റൊന്നിനുമല്ല, ഭക്ഷണം വാങ്ങാൻ പണം വേണമെന്ന ഇനി ഒരു ട്രെയിൻ കാണാൻ പറ്റാത്ത തുക ഈ ബാലം നീ വരൂ. 2 വർഷത്തോളമുള്ള കഠിനാധ്വാനത്തിൽ ആ $1200 കഴിഞ്ഞ 25-ൽ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് 100 കോടിയായിരുന്നു. ഏതാണ്ട് 90 കോടി അത് ക്രോസ് ചെയ്തെന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ പേര് ടോണി റോബിൻസ്. എന്നെയും ഈ പ്രേക്ഷകരിൽ ഏറെ പേരെയും പ്രചോദിപ്പിച്ച അത്രയും ശക്തനായ മോട്ടിവേഷണൽ സ്പീക്കർ ടോണി റോബിൻസ്. ഈ കഥ ഞാൻ പല ട്രെയിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കഥ ഇന്ന് ഞാൻ NSS ക്യാമ്പിൽ എന്റെ കുട്ടികളോട് പറഞ്ഞിരുന്നു. അവർ അത് ഉൾക്കൊണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യന്റെ അതിശക്തമായ ആഗ്രഹത്തെ ഒരു ലക്ഷ്യബോധമുള്ള സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി തന്റെ ലക്ഷ്യം വീണ്ടും തുടരുന്ന ടോണി റോബിൻസ് ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ഒരു ആരാധനാപാത്രമാണ്. അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു പുസ്തകമുണ്ട്, Awaken the Giant Within. നിങ്ങളിലൊക്കെ ആ ഉറങ്ങിക്കിടക്കുന്ന ആ അതിശക്തനായ ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ എങ്ങനെ ഉണർത്തി എഴുന്നേൽപ്പിക്കാം, അതാണ് പുസ്തകത്തിന്റെ കാര്യം. Awaken the Giant Within. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കഥ പറയാൻ കാരണം, ഈ സംഭവം പറയാൻ കാരണം, ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഇപ്പോൾ സമയം 8 മണിയാണ്, 8:15 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കുന്ന 2 മണിക്കൂറിലേക്കാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓർമ്മിക്കണം. ഇതൊരു തമാശയായി കാണരുത് പ്രിയപ്പെട്ടവരെ. ഇതൊരു വലിയ യാത്രയുടെ ചെറിയ തുടക്കമാണ്. മനുഷ്യൻ ചന്ദ്രനിൽ പോയപ്പോൾ അവിടെ ഇറങ്ങിയ നീൽ ആംസ്ട്രോങ് പറഞ്ഞ ഒരു വാക്യമുണ്ടല്ലോ, എ സ്മോൾ സ്റ്റെപ്പ് ഓഫ് എ മാൻ, എ ജയന്റ് ലീപ്പ് ഓഫ് മാൻകൈൻഡ്. ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെൽപ്പ് മാനവികതയുടെ അത് വലിയ ഒരു എന്താ പറയാ ഒരു എടുത്തുചാട്ടം, കുതിച്ചുചാട്ടം എന്നൊക്കെ പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇപ്പോൾ എന്താണോ, നിങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സാമ്പത്തികം മാത്രമല്ല സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശാരീരിക അവസ്ഥ, നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, നിങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങളുടെ അവസ്ഥ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആത്മീയമായ അവസ്ഥ, ഇതൊക്കെ എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ ആവാൻ കാരണം നിങ്ങൾ എന്നോ കുറിച്ചിട്ടൊരു ലക്ഷ്യമാണ്. നിങ്ങൾ എന്നോ കുറിച്ചിട്ട, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ സങ്കല്പിച്ച നിങ്ങളാണിപ്പോൾ നിങ്ങളായി പരിണമിച്ചിരിക്കുന്നത്. എന്നാൽ ഇതേ കാര്യം സത്യമാണെങ്കിൽ ഇനി വരുന്ന നിങ്ങൾ എത്ര കാലം ഈ ലോകത്ത് ജീവിക്കുമെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കാലഘട്ടത്തിലേക്കാണ് സയൻസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിശക്തമായ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന വിധത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഗോൾ സെറ്റിംഗ് എന്ന ഈ അധ്യായം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ട്രെയിനിങ് നിങ്ങൾക്ക് സഹായിക്കും. അപ്പൊ നമ്മൾ ട്രെയിനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് 1 മിനിറ്റ് നിങ്ങൾ നിങ്ങളെ കുറിച്ചൊന്ന് ആലോചിക്കുക. നിങ്ങൾ ആരാവണം? പലരും സംശയത്തോടു കൂടിയായിരിക്കും ഇത്തരം ഒരു ട്രെയിനിങ്ങിൽ വരുന്നത്. എത്രയോ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്തു, എന്നാൽ ഇതും ഒന്ന് ചെയ്ത് നോക്കാം. എത്രയോ പുസ്തകങ്ങൾ വായിച്ചു, എനിക്ക് മാറ്റമൊന്നുമില്ല, ഞാൻ എങ്ങനെ ഒന്ന് മാറുമെന്ന് നോക്കാം. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇവിടെ 147 പേരുണ്ട് ഞങ്ങളടക്കം. ഈ 147 പേരിൽ വളരെയധികം മുന്നേറാൻ പറ്റുന്ന ആൾക്കാർ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെയൊക്കെ തന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു അതിശക്തമായ ഒരു എന്താ പറയാ ഒരു ശക്തി നമ്മുടെ മുന്നിലുണ്ട്, യൂണിവേഴ്സൽ പവർ. ആ പവറാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഏതായാലും സെഷനിലേക്ക് പോകാം. എല്ലാവരും റെഡിയാണെന്ന് വെക്കുന്നു. ലെറ്റ് us have a എന്താ പറയുക ഒരു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന കുറച്ച് സമയം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ നിൽക്കണം. ഈ അടുത്ത കാലത്ത് നിങ്ങൾ പത്രവാർത്തകളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും അറിഞ്ഞ ഒരു ചരിത്ര സംഭവമുണ്ട്. നമ്മുടെ ഒരു പൊന്നോമന പുത്രൻ ശുഭാംശു ശുക്ല സ്പേസിൽ പോയി. ആ സ്പേസിൽ പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എത്ര പേർക്കറിയാം, തന്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ കുറിച്ചിട്ട ഒരു വാക്യമാണ് അവനെ ശുഭാംശു ശുക്ലയെ ഈ സ്ഥലത്ത് എത്തിച്ചത്, ഈ സ്പേസിൽ എത്തിച്ചത് എന്ന കൂടി
കൂട്ടി വായിക്കുമ്പോഴാണ് ഈ സെഷന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഹൗ ടു സെറ്റ് ഗോൾസ് എഫക്റ്റീവ്ലി എന്നാണ് നമ്മുടെ ഈ ആദ്യത്തെ ഈ സെഷന്റെ പേര്. എങ്ങനെ നമുക്ക് ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേട്ട കാര്യമാണ്. അതിന് ഇന്ന് നമ്മുടെ മനോഹരമായ ജെമിനി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്ന ഉത്തരം നമ്മൾ നോക്കാം. ഗോൾ സെറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ക്രിയേറ്റിംഗ് ആൻ ആക്ഷൻ പ്ലാൻ ടു അച്ചീവ് ദം, പ്രൊവൈഡിംഗ് ഡിറക്ഷൻ, motivation and focus for personal growth and success, often using the SMART goal. അതിന് മലയാളം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രവർത്തന പദ്ധതിയാണ്. ഇതൊരു ലക്ഷ്യമല്ല, ഇതൊരു പ്രോസസ്സാണ്. എന്തിനുള്ള പ്രോസസ്സാണ്? നമ്മുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ കൂടെ ഉണ്ടാക്കി വിജയിക്കുന്ന ഒരു പ്രോസസ്സാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് വ്യക്തമായൊരു മോട്ടിവേഷൻ ആവശ്യമുണ്ട്, അതിന് ഫോക്കസ് ആവശ്യമുണ്ട്, നമ്മൾക്ക് എന്താണ് ആവേണ്ടതെന്നുള്ള വ്യക്തത ആവശ്യമുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ അതിൽ ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നത് നമുക്കൊരു ക്ലാരിറ്റി വേണം, അത് ട്രാക്ക് ചെയ്യാൻ പറ്റണം, അത് വാസ്തവമായിരിക്കണം, അത് ഒരു സമയബന്ധിതമായിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറെ കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ചോദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, അല്ല ഒരു നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ചോദ്യം, ഇത് നടക്കൂ? ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമാണോ? പ്രിയപ്പെട്ടവരെ, ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് 100% വർക്ക് ചെയ്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നത് നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്തൊരു ഗോളിന്റെ ഒരു പരിണിത ഫലമാണ്. ചിലപ്പോൾ അത് പരാജയമായിരിക്കാം. അതിന് കാരണം നിങ്ങളുടെ എവിടെയോ വന്ന ഒരു തകരാറാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഇതിൽ എല്ലാവർക്കും വിജയിക്കാൻ പറ്റണമെന്നില്ല. ഏറെ പേരും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ തീരുമാനമെടുക്കുന്ന 100% ആൾക്കാരും വിജയിക്കുമെന്നതിൽ എന്റെ വ്യക്തി ജീവിതത്തിൽ കൊണ്ടും അല്ലെങ്കിൽ ഞാൻ നിരീക്ഷിച്ചവരുടെ ജീവിതത്തിൽ കൊണ്ടും വിജയിച്ചവരുടെ കഥകളും അനുഭവങ്ങളും വായിച്ചത് കൊണ്ടും എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഗോൾ സെറ്റിംഗ് ദാറ്റ് ആക്ച്വലി വർക്ക്സ്. എന്താണ് ഗോൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഗോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇനി ഒരു ഘട്ടം ഘട്ടമായി പറ്റുന്നത് നോക്കാം. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സുമേഷ്, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, എനിക്കൊന്ന് സ്ലൈഡ് ഷെയറിംഗിൽ എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഡോണ്ട് പറയുമ്പോൾ നമുക്കതൊരു വിഷയം. ഓക്കെ, ഈ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 92% ആണ് അതിന്റെ ഫെയിലർ റേറ്റ്. 92% ആൾക്കാർ പരാജയപ്പെടും. 92%. ഈ ചെറിയ സംഭവമല്ല. അതുകൊണ്ടാണ് പലരും ഡിസംബർ 31 മിനീഷ് പറഞ്ഞ പോലെ ഒരു ഡയറി വാങ്ങുന്നു. ആ ഡയറി വാങ്ങിയിട്ട് അതിൽ മനോഹരമായിട്ട് പേരൊക്കെ എഴുതി വെക്കുന്നു, ഫോൺ നമ്പർ എഴുതി വെക്കുന്നു, ചിലവർ ബ്ലഡ് ഗ്രൂപ്പും എഴുതി വെക്കുന്നു. ഒരു കാര്യമില്ല. ഇതൊക്കെ എഴുതി വെച്ച് ആദ്യത്തെ പേര് പൂരിപ്പിച്ചിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയും, 1-ാം തീയതി തന്നെ ഞാൻ തുടങ്ങാൻ പോകുന്നു. പൂർണ്ണമായും ഒരു ഊർജ്ജസ്വലനായിട്ട് 1-ാം ദിവസം ആദ്യത്തെ പേജ് എഴുതുന്നു. തന്റെ ഭാവി 2026. ദിവസങ്ങൾ കടന്നു പോകുന്നു, ആ ഡയറി പോലും കാണാതാവുന്നു. ഇതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുക. പിന്നീട് അടുത്ത വർഷം ഡിസംബർ 31 ആകുമ്പോൾ ന്യൂ ഇയർ റിസൊല്യൂഷൻസിലേക്ക് വരും. ഇതല്ലേ സുഹൃത്തുക്കളെ സംഭവിച്ചത്? ഈ വർഷം, ഈ 2026 ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു വർഷമാണ്. ആ വർഷം നിങ്ങൾ മാറരുത്. നിങ്ങൾ എഴുതി വെക്കുന്നത് നേടിയിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. ലക്ഷ്യബോധത്തെ കുറിച്ച് പറയുമ്പോൾ 2042 എന്ന് പറയുന്ന വർഷം വരുമ്പോൾ ഇവിടെ മരണം വേണമോ എന്ന് പോലും നമുക്ക് തീരുമാനിക്കത്തക്ക വിധത്തിൽ തന്റെ മരണത്തിന്റെ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അതീവ ഗൗരവമായ ഗവേഷണങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. ലോഞ്ചിവിറ്റിയിൽ ഒരു മനോഹരമായ പുസ്തകമുണ്ട്, ഡെത്ത് ഓഫ് ഡെത്ത് എന്നാണ് പുസ്തകത്തിന്റെ പേര്, മരണത്തിന്റെ മരണം. ആ പുസ്തകത്തിൽ പറയുന്നു, മരിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാം താൻ എത്ര വയസ്സിൽ മരിക്കണമെന്ന്. ലക്ഷ്യബോധത്തിന്റെ ഏറ്റവും വലിയ ഉയർന്ന തലത്തിലേക്ക് എത്തുന്ന വിധത്തിൽ ശാസ്ത്രം മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മാറാതിരുന്നുകൂടാ എന്ന കാര്യം കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ സ്ലൈഡിലൂടെ കടന്നു പോകുമ്പോൾ 92% പീപ്പിൾ ആർ ഫെയിലിയർ റേറ്റ്. അതുകൊണ്ട് എളുപ്പമല്ല. പക്ഷേ വിജയം എന്നത് സാർത്ഥകമാക്കാൻ നിങ്ങളുടെ ഒരൊറ്റ തീരുമാനം മതി. എനിക്ക് ഉറപ്പുണ്ട് ഇതിലുള്ള 156 പേരിൽ ഒരു പകുതി പേരെങ്കിലും വിജയിച്ചിരിക്കും. ചിലർ ഇത് പൂർത്തീകരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. നമ്മളൊക്കെ തന്നെ സ്വപ്നങ്ങളുടെ ലോകത്താണ്. എല്ലാ ലക്ഷ്യങ്ങളും ഒരു സ്വപ്നത്തിന്റെ ഭാഗമാണല്ലോ. ഉറക്കം കെടുത്തുന്ന നമ്മുടെ സ്വപ്നങ്ങൾ, APJ പറഞ്ഞ നമ്മുടെ സ്വപ്നം, അല്ലാതെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളല്ല.
ഈ സ്വപ്നങ്ങൾ എന്തുകൊണ്ടാണ്? തന്റെ വീട്, തന്റെ കാറ്, അല്ലെങ്കിൽ തന്റെ ജീവിത പങ്കാളി, അല്ലെങ്കിൽ തന്റെ കുടുംബം, തന്റെ ബന്ധങ്ങൾ, തന്റെ അംഗീകാരങ്ങൾ, താൻ ചെയ്യേണ്ട സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ സ്വപ്ന ലോകത്താണ് പലർക്കും. അത് യാഥാർത്ഥ്യ ലോകത്തിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന രണ്ടാമത്തെ കാര്യമാണ് ഒരു സിസ്റ്റം വേണം. ഞാൻ കണ്ടത് ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന അവർക്കൊരു സിസ്റ്റം ഇല്ല. എപ്പോഴോ ഉണർന്ന് എഴുന്നേൽക്കുന്നു. പലരും ഇപ്പോഴും ഉറങ്ങിയാണ് എഴുന്നേൽക്കുന്നത്. ഉണർന്ന് എഴുന്നേൽക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എപ്പോഴെങ്കിലും എഴുന്നേൽക്കുന്നു, എപ്പോഴോ ഉറങ്ങുന്നു. എനിക്കിന്ന് സങ്കടം തോന്നിയത് ഞാൻ കുറെ കുട്ടികളോട് സംവദിച്ചു, ഒരു +2 വിദ്യാർത്ഥികളോട്. അവരോട് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത്? അവർ പറഞ്ഞത് ഒരു വ്യവസ്ഥയില്ല. 4 മണിക്കൂർ നേരം ഫ്രീ ഫയർ കളിക്കുന്ന ഒരു ശിഷ്യനെ ഞാൻ ഇന്ന് കണ്ടു. അവൻ പറഞ്ഞു, സാർ ഞാനിത് കുറച്ചിട്ടുണ്ട്. ഞാൻ എത്ര മണിക്കൂർ? 2 മണിക്കൂർ. അവനൊരു പട്ടാളക്കാരനാവണമെന്നാണ് ആഗ്രഹം. പക്ഷെ ആ ലക്ഷ്യത്തിലെത്തുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവനൊരു സിസ്റ്റം ഇല്ല. അവൻ വൈകിയാണ് ഉറങ്ങുന്നത്, വൈകിയാണ് എഴുന്നേൽക്കുന്നത്. ഇവിടെ ഒരു സിസ്റ്റം ഇല്ല. എഴുന്നേൽക്കുന്നതിലും ഉറങ്ങുന്നതിലും സിസ്റ്റം ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയുന്ന ഒരു പ്ലാൻ ഇല്ല. നിങ്ങൾ പറഞ്ഞ മനോഹരമായ കോട്ടുണ്ട്, ഇഫ് യു ഹാവ് നോ പ്ലാൻ യു വിൽ ഫിറ്റ് ഇൻടു അതർ മാൻസ് പ്ലാൻസ്. നിങ്ങൾക്കൊക്കെ പറ്റുന്നത് നിങ്ങളൊക്കെ മറ്റുള്ളവരുടെ പ്ലാനിൽ ചെന്ന് പെട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്തെങ്കിലും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. ഞാനായാലും നിങ്ങളായാലും നമുക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ആദ്യത്തെ തീരുമാനം. അത് ചെറുതാവട്ടെ, അത് വലുതാവട്ടെ, അത് എന്തുമാവട്ടെ. അവിടെ നമുക്ക് സ്വപ്നങ്ങളുടെ ഒരു പ്രതീക്ഷ മാത്രമാണ്. അതിന് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴാണ് അതിന്റെ ആസൂത്രണം വരുന്നത്, പ്ലാനിങ് വരുന്നത്, പിന്നെ എക്സിക്യൂഷൻ വരുന്നത്, പിന്നെ റിസൾട്ട് വരുന്നത്. ആ റിസൾട്ടിലുള്ള ആനന്ദം ഉണ്ടാവുന്നത്. പലരോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം, എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്നാണ്. ഒരുപക്ഷെ ഈ പ്രേക്ഷകരിൽ പലരും നേരിട്ടോ അല്ലയോ ചിലവർക്കൊക്കെ എന്നെ അറിയാം. ഞാൻ അവരോടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ കുഞ്ഞുമക്കളോട് ചോദിക്കാറുണ്ട്, മുതിർന്നവരോട് ചോദിക്കാറുണ്ട്. ഇവിടെ ഈ ചോദ്യം ഞാൻ നിർത്താതെ ചോദിക്കുന്നതിന്റെ കാര്യം, ആ ചോദ്യത്തിലാണ് എല്ലാം ഒളിഞ്ഞു കിടക്കുന്നത്. നമുക്ക് എന്തായി തീരണം എന്നുള്ളൊരു ചിന്ത പോലും നമുക്ക് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനു പകരം എനിക്ക് എന്തായി തീരണം എന്ന വ്യക്തമായ ധാരണ പദ്ധതിയുള്ള ചിത്രമുള്ള ഒരു തലമുറയാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അതിനാണ് യാനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എത്ര വിദ്യാർത്ഥികളുണ്ടെന്ന് എനിക്കറിയില്ല. അവരൊന്നുകൂടി ശ്രദ്ധിക്കുക. സിസ്റ്റമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. വിജയിച്ച ഒരാൾ പരാജയപ്പെട്ട ഒരാളും തമ്മിൽ ഒരേ ഒരു വ്യത്യാസം, രണ്ടുപേരും സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, ഒരാൾ നേടുന്നുണ്ട്. കാരണം അവർക്കൊരു സിസ്റ്റമുണ്ട്. ഞാൻ ഇന്ന് പറയുന്നതെല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്നിട്ട് സ്വയം ചോദിക്കണം, ഞാൻ മാറേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് മാറാൻ പറ്റുമോ? മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതും എവറസ്റ്റ് കീഴടക്കുന്നതും ആരുടെയൊക്കെയോ കുത്തകയാണെന്ന് മനസ്സിലാക്കി അതൊന്നും ഞങ്ങളുടെ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തതാണെന്ന് ആദ്യമേ തീരുമാനിച്ച് എവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന സാധാരണക്കാരനോട് എനിക്കൊന്നും പറയാനില്ല. എല്ലാവർക്കും സാധിക്കുന്ന കാര്യം മാത്രമേ അവരും സാധിച്ചിട്ടുള്ളൂ എന്നും അവരുടെ ശക്തിയെ, ആ സർഗശക്തിയെ പുറത്തെടുക്കാൻ അവർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നും തിരിച്ചറിയുമ്പോഴാണ് അത് നമ്മളിലേക്കും ക്യാമറ തിരിക്കാൻ ഞാൻ പറയുന്നത്. ഡ്രീംസ് വേഴ്സസ് സിസ്റ്റംസ്. നമുക്ക് ഒരു സിസ്റ്റം വേണം. എന്താണെന്ന് വഴിമധ്യേ ഓരോന്നായി പറഞ്ഞുതരാം. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മൾ ഒരുപാട് കേട്ടൊരു വാക്ക് തന്നെയാണ്, പുതിയതൊന്നുമല്ല. പക്ഷെ അതിനൊരു ആഴത്തിലുള്ള അർത്ഥതലത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമ്മളൊക്കെ സ്മാർട്ട് ഫ്രെയിം വർക്കിൽ സ്മാർട്ട് ഗോൾ എന്ന് പറയാറുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് പറയാറുണ്ട്. നമ്മൾ ഈ ചില കാര്യങ്ങൾ പഠിക്കാൻ, ഓർമ്മിക്കാൻ വേണ്ടി അക്രോണിംസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അക്ഷരങ്ങളിലൂടെ മനസ്സിലാക്കുക. നിങ്ങളുടെ ലക്ഷ്യം വളരെ ശ്രദ്ധിക്കണം. അത് പണം മാത്രമായി കാണുന്നവരല്ല ഇവിടെ ഇരിക്കേണ്ടത്. സമഗ്രമായ ലക്ഷ്യം, അത് ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവും ആത്മീയവുമായ എല്ലാ തരത്തിലുള്ള ലക്ഷ്യങ്ങളെ കുറിച്ചുമുള്ള ഒരൊറ്റ തരത്തിലുള്ള സ്ലൈഡിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്പെസിഫിക് ആയ ഒരു കാര്യം അറിയണം. പണം വേണം. എത്ര വേണം സുഹൃത്തെ? ഉത്തരവില്ല. എത്രയെങ്കിലും മതി. അവർക്ക് 1 രൂപ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കാൻ ഒരു വലിയ ശക്തി ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനാണ് യൂണിവേഴ്സൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ദൈവമെന്നോ അല്ലെങ്കിൽ അള്ളാഹെന്നോ അല്ലെങ്കിൽ പിതാവെന്നോ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ആ മേഖലയിൽ ഏതെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് പറയാം. പക്ഷെ എനിക്ക് വ്യക്തമായി അറിയാം, നമ്മുടെ ഓരോ വാക്കുകളും കേൾക്കുന്ന ആ അദൃശ്യനായ ശക്തി നമ്മുടെയൊക്കെ പിന്നിലുണ്ട്. അവരുടെ കൃത്യമായ വഴി അറിയണം. ഒരു ബസ് സ്റ്റോപ്പിൽ പോയി ഏതെങ്കിലും ബസ്സിലിരുന്നാൽ നമ്മൾ എവിടെയും എത്താറില്ല സുഹൃത്തെ. നമ്മൾക്ക് എത്തേണ്ട ബസ്സിൽ തന്നെ കൃത്യമായിരിക്കണം. ആ ബസ്സിന്റെ വേഗത അറിഞ്ഞിട്ട് വേണം അതിലിരിക്കാനുമെന്ന് ഓർക്കുക. സ്പെസിഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് 1970 ഒരു കക്ഷി എഴുതി വെച്ചു, ഞാൻ അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ ഹോളിവുഡ് മാർഷൽ ആർട്ടിസ്റ്റ് ആവും.
1980 ആകുമ്പോഴേക്കും അന്ന് എന്റെ ബാങ്ക് ബാലൻസ് $10 ലക്ഷം ആയിരിക്കുമെന്ന് എഴുതി വെച്ച ആ വലിയ മനുഷ്യൻ 1973 കൊല്ലപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് $10 ലക്ഷം ആയിരുന്നു. ഇത് സംഭവിക്കും. ബ്രൂസ്ലിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മലയാള സിനിമയിലെ വിജയിച്ച അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതൊരു താരത്തെ എടുത്തു നോക്കിയാലും അവരുടെയൊക്കെ ലക്ഷ്യം ചെറുതൊന്നുമായിരുന്നില്ല. ഒരു പത്രത്തിൽ തന്റെ ഫോട്ടോ കൊടുത്ത് ആരെങ്കിലും ഒരു റോൾ തരണമെന്ന് അഭ്യർത്ഥിച്ച മമ്മൂട്ടി ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു താരരാജാവാണ്. അദ്ദേഹം കുറിച്ചിട്ട വാക്കുകൾ ഇന്ന് അദ്ദേഹം നേടി ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ അറിയുന്നു, അല്ലെങ്കിൽ അറിഞ്ഞേ പറ്റൂ. നമ്മളൊക്കെ വിജയിച്ചവരെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാറില്ല. അവർ എത്രത്തോളം ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം ഓർമ്മിക്കണം. അവരുടെ ഗോൾ സെറ്റിംഗ് ആണ് അവരെ ആ സ്പെസിഫിക് ആയ ഗോൾ സെറ്റിംഗ്. കൃത്യമായ എനിക്ക് 2026 എന്ത് വേണം, നിങ്ങൾക്കൊരു വീട് വേണമോ എങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ്, 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂം ഉള്ള ഒരു വീട് വേണമെന്ന് നിങ്ങൾ എഴുതി വെക്കുമ്പോഴാണ് യൂണിവേഴ്സ് അത് കൺസ്പയർ ചെയ്യുന്നത്. ഉറപ്പായും അത് ലഭിച്ചിരിക്കും. ഇനി അത് വലുതാക്കണോ, നിങ്ങൾക്ക് 100 കോടിയുടെ ആവണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1000 കോടി ഉണ്ടാക്കണോ, ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ജീവിത പ്രതിസന്ധിയിൽ എല്ലാം തകർന്ന് തളർന്നിരിക്കുന്ന ഒട്ടനവധി പേർ ഈ വേദിയിലുണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ ഓർക്കേണ്ടത് ഇനിയും തിരിച്ചു വരാൻ സമയമുണ്ട്. വയസ്സൊരു ക്രമമില്ല. 65 വയസ്സിലൊക്കെയാണ് നമ്മുടെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കന്റെ ഉടമയൊക്കെ വിജയിച്ചത്. 55-ാമത്തെ വയസ്സിലാണ് ലീല ഗ്രൂപ്പിലെ ലീലാകൃഷ്ണൻ നായർ തന്റെ ജീവിത പന്ഥാവ് ആരംഭിച്ചത്. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് പ്രായത്തിലുമാകാം. രണ്ടാമത്തത് മെഷറബിൾ. രണ്ട് ഏതാണ്ട് അടുത്ത് വരും. സ്പെസിഫിക് ആയി മെഷറബിൾ, അളക്കാനുള്ള കൃത്യമായ എന്നാണ് സ്പെസിഫിക്. കൃത്യമായി എനിക്ക് അധ്യാപകനാവണം എന്ന് ചോദിച്ചാൽ പോരാ, എനിക്ക് ഏത് വിഷയത്തിലെ ഏത് തരം ക്ലാസ്സിൽ പഠിക്കുന്ന അധ്യാപകനാകണമെന്ന് തോന്നുമ്പോഴാണ് ഈ 2 ഗുണങ്ങളാവുന്നത്, സ്പെസിഫിക് ആൻഡ് മെഷറബിൾ. ഇവിടെ സാധാരണക്കാരനായ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണോ വേണ്ടത്, അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും, ഒരു വാട്സപ്പ് ലിങ്ക്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അവർക്ക് തുടർച്ചയായി 1 വർഷം കൊണ്ട് അവർ ആ ലക്ഷ്യത്തിൽ എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തന പദ്ധതികളുടെ മോണിറ്ററിംഗ് ഒക്കെ അടങ്ങുന്ന, മെന്ററിംഗ് അടങ്ങുന്ന ഒരു പദ്ധതിയാണ് ഈ യാനം ലക്ഷ്യമാക്കുന്നത്. എന്തുകൂടി ആവർത്തിക്കട്ടെ. മൂന്നാമത്തത് അച്ചീവബിൾ ആണ്. എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്നൊരു ഡ്രീം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല, എനിക്കത് സാധിക്കില്ല. എനിക്ക് ഒരുപക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പറ്റും. കാരണം അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന അച്ചീവബിൾ അല്ലാത്തൊരു കാര്യത്തെ ഞാൻ ആലോചിച്ചിട്ട് എന്താ കാര്യം? ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് സ്വപ്ന ലോകത്തിരിക്കുന്ന ഒരു ബാലഭാസ്കരനാവാനല്ല, നിങ്ങൾ യഥാർത്ഥ ലോകത്തിലെ ഒരു സാധാരണക്കാരനാവാനാണ് ഈ ഗോൾ സെറ്റിംഗ് പഠിക്കേണ്ടത്. അതാണ് പറഞ്ഞത്. പലർക്കും അച്ചീവബിൾ അല്ലാത്ത ഗോൾ സെറ്റിംഗ് ഉണ്ടാവും. 2026 ഞാൻ 5000 കോടി ഉണ്ടാക്കുന്ന പറയുമ്പോൾ അത് സാധ്യമല്ല സുഹൃത്തെ. നിങ്ങൾ ഉണ്ടാക്കിയേക്കാം, അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം, സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമായ നമ്മുടെ തലച്ചോറിനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കണക്ക് മാത്രമേ എഴുതാവൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേഴ്സണൽ മെന്ററിംഗ് ഒക്കെ തരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സെറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അവിടെ 4-മത്തത് മനോഹരമായ ഒന്നാണ് റെലവെന്റ് ആയിരിക്കണം. അത് നമുക്ക് സമകാലിക പ്രസക്തിയുള്ള ഒരു സ്വപ്നമായിരിക്കണം. ഞാനൊരു STD ബൂത്ത് തുടങ്ങി 10,000 രൂപ ഉണ്ടാക്കുമെന്ന് ഗോൾ സെറ്റ് ചെയ്യുന്നവനോട് അവൻ മണ്ടൻ എന്നല്ലാതെ പിന്നെ എന്ത് പറയാൻ? ഇന്ന് STD ബൂത്തില്ല സുഹൃത്തുക്കളെ. ഇന്ന് ഏറ്റവും വലിയ AI കാലഘട്ടം വരുമ്പോൾ അതനുസരിച്ചിട്ട് മാറ്റം വരാൻ തയ്യാറാക്കണം. അത് ടൈം ബൗണ്ട് ആയിരിക്കണം. 1970 അല്ലെങ്കിൽ 1980 ഇവിടെ നമുക്ക് എഴുതാൻ മനോഹരമായ ഒരു കൊല്ലമുണ്ടല്ലോ, 2026. നിങ്ങൾക്ക് ലോങ് ടേം ഗോൾ ഉണ്ടാവാം. നിങ്ങൾക്ക് 2030 മിനിമം 10 ലക്ഷം ആൾക്കാരിൽ മാറ്റം ഉണ്ടാക്കലാണ് യാനത്തിന്റെ ലക്ഷ്യം. അത് 2030 കഴിഞ്ഞ് ഒരു 35 ആകുമ്പോഴേക്കും 1 കോടി ആൾക്കാരിൽ എത്തുക എന്നുള്ളതാണ് വലിയ ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് ഒറ്റക്കുള്ള ഒരു പ്രവർത്തനമല്ല, ഇത് കൂട്ടായ്മയുടെ ഒരു സ്വരമാണ്. അതുകൊണ്ട് തന്നെ ടൈം ബൗണ്ട് എന്ന് പറയുന്നത് കൃത്യമായ കൊല്ലം പറയണം. അപ്പൊ നിങ്ങളുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നു, 2026 ഞാൻ എന്താവണം, എന്റെ ശാരീരിക സ്ഥിതി എന്തായിരിക്കണം, എന്റെ മാനസിക സ്ഥിതി എന്തായിരിക്കണം, എന്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കണം, എന്റെ സാമൂഹ്യ സ്ഥിതി എന്തായിരിക്കണം, അതുപോലെ തന്നെ എന്റെ ആത്മീയ സ്ഥിതി എന്തായിരിക്കണം. നിങ്ങൾ 5 കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അളക്കാൻ പറ്റണം, അത് നേടാൻ പറ്റുന്ന അച്ചീവബിൾ ആയിരിക്കണം, സമകാലിക പ്രസക്തി വേണം, അതോടൊപ്പം അതിന്റെ കൊല്ലവും വേണം. ഇത് ഉണ്ടാക്കി നോക്കൂ. പലരും പറയാൻ ഇപ്പൊ വിവാഹം കഴിയുന്നില്ല, ഒരു ഗോളല്ലേ? നിങ്ങൾ എങ്ങനെയുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എപ്പോഴാണ് കല്യാണം വേണ്ടത് എന്നൊക്കെ എഴുതി വെക്കുമ്പോഴാണ് അത് നമുക്ക് തരാൻ യൂണിവേഴ്സ് കൺസ്പയർ ചെയ്യുന്നത്. ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പതഞ്ജലി മഹർഷി പറഞ്ഞ പോലെ, ഇഫ് യു ആർ വർക്കിംഗ് ഫോർ എൻ എക്സ്ട്രാ ഓർഡിനറി പ്രൊജക്ട്, എ ഡോർമെന്റ് ഫോഴ്സ് വിൽ കം ആൻഡ് ഗൈഡ് യു. നിങ്ങളെ സഹായിക്കും. ഒരു അതീന്ദ്രിയ ശക്തി വരും.
ഒരു അദൃശ്യ ശക്തി വരും, ഒരു സംശയമില്ല. ഈ വേദിയിൽ ഇരിക്കുന്ന പലർക്കും അത് ബോധ്യപ്പെട്ടവരാണ്. കഴിഞ്ഞ 10-75 ദിവസമായി രാവിലെയുള്ള മോർണിംഗ് സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് ഇവിടെ. അവർക്കൊക്കെ അത് ബോധ്യപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിലവന്റ് ആൻഡ് ടൈം ബൗണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ഇവിടെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. മിനി സൂചന പറഞ്ഞു, എഴുതി വെക്കണം. നമ്മൾ ഏറ്റവും പരാജയപ്പെടുന്നത് എഴുതി വെക്കുന്നില്ല. ഡയറി വാങ്ങും, എഴുതി വെക്കില്ല. എഴുതി വെച്ചാൽ തന്നെ ഒരു സംശയം, ഇതൊക്കെ നടക്കുമോ? എന്നിട്ടാണ് എഴുതി വെക്കുന്ന കക്ഷി. എഴുതുമ്പോൾ വിശ്വാസം കൂടെ മിക്സ് ചെയ്യണം. ബൈബിൾ പറയുന്ന പോലെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, അതോടൊപ്പം തന്നെ സംശയാത്മാ വിനശ്യതി എന്ന് ഭഗവത്ഗീതയും പറയുന്നത് ഒരേ ആശയമാണ്. നിങ്ങൾ എഴുതണം. എന്റെ മാറ്റം, എന്റെ ലക്ഷ്യം, എന്റെ വിജയം. റൈറ്റ് ആണ്. നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞ ഉടനെ ഒരു പേപ്പർ എടുക്കുക, എഴുതി വെക്കുക. നിങ്ങളത് നേടിയിരിക്കും. എങ്ങനെ എഴുതണം? ഇവിടെയാണ് ഞാനൊരു സയൻസ് പറഞ്ഞു തരാൻ പോകുന്നത്, ന്യൂറോ സയൻസ്. നിങ്ങളുടെ തലച്ചോറ് നമ്മൾ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുന്ന അറിഞ്ഞാൽ നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കും. ഒരു 4-5 വർഷമായിട്ട് ഞാൻ അതിന്റെ പറയില്ല. ആ തലച്ചോറിലെ ന്യൂറോൺസ് നിങ്ങൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഒരു പ്രത്യേക പന്ഥാവ് ഉണ്ടാകും. അതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂറോ ജെനസിസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സങ്കല്പങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി വെച്ച ഒരു ഭാഷയിലേക്ക് വരുമ്പോൾ, അത് ബ്രെയിനിന് മനസ്സിലാവുമ്പോൾ അതെന്ത് ചെയ്യും? അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനം തുടരും. ആ എഴുതി വെക്കുന്നതിലാണ് കല. എഴുതി വെക്കുന്നതിലാണ് കല. നമുക്ക് പറ്റിയ 2 മിസ്റ്റേക്കുകളാണ്. ഒന്ന്, എന്തോ നമ്മൾ എഴുതി വെച്ചു, നിങ്ങൾക്ക് പറ്റില്ല, എനിക്ക് ഇത്രേ പറ്റൂ, അത് ആരോ പറഞ്ഞു എന്ന് എഴുതി വെച്ചു. അത് മായ്ച്ചു കളയുക. എളുപ്പമല്ല കേട്ടോ. അതാണ് തുടർ ട്രെയിനിങ്ങുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. എപ്പോഴെങ്കിലും ഒരു ഗോൾ സെറ്റിംഗ് സെമിനാറിൽ പോയാലൊന്നും നേട്ടം നേടാൻ പറ്റൂലേ. പകരം ഇത് തുടർ പ്രക്രിയ എന്ന നിലയിൽ പഠനത്തിന് തയ്യാറാവണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം എഴുതേണ്ടത്. എഴുതേണ്ടത് എങ്ങനെയെന്നൊക്കെ സംശയമുള്ളവർക്ക് വ്യക്തിപരമായ പിന്നീട് ഗ്രൂപ്പിലൂടെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതാണ് എഴുതേണ്ടത്. സമാധാനപൂർവമായ ഒരു കുടുംബജീവിതം എന്ന് എഴുതിയാൽ ഒരിക്കലും നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നില്ല. കാരണം ബ്രെയിനിന് അത് അറിയില്ല. പകരം സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ ചിത്രമുള്ള വീഡിയോയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ചിത്രമോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഭാഷ ഇവിടെ അപൂർണമാണ്. കാരണം ഇവിടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യൂറോ സയൻസിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ഭാഷ അറിയണം. അത് ചിത്രങ്ങളാണ്, അത് അക്ഷരങ്ങളാണ്. ചിത്രങ്ങളാണ്, അക്ഷരങ്ങളാണ്. കാർ വാങ്ങണമെങ്കിൽ ആ കാറിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക, അതിന് ചിത്രം ഒട്ടിക്കുക, അതും എഴുത്താണ്. ആ കാറിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നത് മാത്രം ചിന്തിക്കുക, അതിനെ ഫീൽ ചെയ്യുക. തീർച്ചയായിട്ടും ആ കാർ നിങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും. എങ്ങനെ? ഇവിടെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ അപൂർവ ശക്തി. ആ നിങ്ങളുടെ ചിന്തിക്കുന്നത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ചിത്രം വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ ഒരു പ്രത്യേക കോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ ഗ്രൂപ്പ് ഉണ്ടാവും. അതിനെ പറയും സുഹൃത്തുക്കളെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ RAS, റാസ് എന്നൊരു സിസ്റ്റം വരും. ആ റാസ് എന്ന സിസ്റ്റമാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത്. ആ റാസ് എന്ന സിസ്റ്റം ആ ചിത്രത്തെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും, കൊണ്ടുതരും. അതേ പിക്ചർ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്, അതിനെ ക്രിസ്റ്റലൈസ് ചെയ്യാനുള്ള കഴിവ്, വിഷ്വലൈസേഷൻ ചെയ്യാനുള്ള കഴിവ്, ആ കഴിവാണ് എഴുത്തിലൂടെ സംഭവിക്കുന്നത്. ഇതൊരു ദിവസം പോരാ, എല്ലാ ദിവസവും എഴുതാൻ സാധിക്കണം. എങ്ങനെ എഴുതണം? ഞാൻ ഒരു വീട് വാങ്ങുമെന്ന് എഴുതിയാൽ ആജീവനാന്തമാകാൻ പറ്റില്ല. പകരം ഭാഷ മാറ്റണം, പ്രാർത്ഥിക്കാൻ അറിയണം. പലരും ക്ഷേത്രങ്ങളിൽ പോയി, അമ്പലങ്ങളിൽ പോയി, പള്ളികളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. കരഞ്ഞുകൊണ്ട് പ്രകർഷേണ അർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന. സന്തോഷിച്ച് കിട്ടിയതായി വിശ്വസിച്ച് നന്ദി പറയലാണ് സുഹൃത്തുക്കളെ പ്രാർത്ഥന. എനിക്ക് 2500 സ്ക്വയർ ഫീറ്റ് വീടുണ്ടായി, ഞാൻ അതിൽ ജീവിക്കുന്നു, അതിന് നന്ദി പറയുന്നു ഭഗവാനെ. വീടിന്റെ തറക്കല്ല് പോലും ഇട്ടിട്ടുണ്ടാവില്ല. Right on. With belief, with positive thoughts, that will come to you. പരീക്ഷിക്കൂ.
എന്നിട്ട് അതൊന്ന് ആവർത്തിച്ച് ചെയ്തു. തമാശയായിട്ട് എടുക്കരുത് പ്രിയപ്പെട്ടവർ. എഴുത്തിന്റെ മഹാത്മ്യം ഞാൻ പറഞ്ഞു. വിശ്വാസപൂർവം ഭാഷയിലൂടെ ഒന്നുകിൽ പ്രസന്റ് ടെൻസിൽ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ്, നോട്ട് ഇൻ ദ ഫ്യൂച്ചർ ടെൻസ്. വളരെ പ്രധാനപ്പെട്ട കാര്യം. നേടിയതായി വിശ്വസിച്ച് അതിൽ തന്നെ മുഴുകി ചേർന്നുകൊണ്ട് എഴുതുമ്പോഴാണ് ഇത് റൈറ്റ് ആവുന്നത്. അത് എപ്പോഴെങ്കിലും ബസ്സിൽ പോകുമ്പോ ഉടനെ 10 തൊട്ട് എഴുതണം രമേശ മാസ്റ്റർ പറഞ്ഞിട്ട് എഴുതിയിട്ട് കാര്യമില്ല. ഇത് ഇമ്പോസിഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിഷൻ. ഇമ്പോസിഷൻ ഞാൻ എന്തെങ്കിലും നിർബന്ധിച്ചില്ല. അപ്പൊ പിന്നീട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ ബസ്സിൽ പോകുന്നു, നിങ്ങൾ യാത്ര ചെയ്യുന്നു, അപ്പോഴൊക്കെ നിങ്ങൾ ആ സ്വപ്ന ലോകത്തായിരിക്കും, അതിന്റെ യാഥാർത്ഥ്യത്തിലായിരിക്കും. എന്റെയൊക്കെ ഒരു സ്വപ്നത്തിന്റെ ഭാഗമാണ് ഈ ട്രെയിനിങ്. യെസ്, അതാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ആൾക്കാരെ മാറ്റണം എന്നുള്ള ഒരു വലിയ ശക്തി, ഒരു ലക്ഷ്യം എനിക്കുണ്ട്. അതിന്റെ ഭാഗത്തിലായിരിക്കും ഇങ്ങനെ ട്രെയിനിങ്. തീർച്ചയായിട്ടും സുമേഷ് കുറച്ച് ചെയ്ത് സംസാരിക്കും. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഗോൾ സെറ്റ് ചെയ്തു. എന്താണ് വേണ്ടത്? അത് ഞാൻ ഉദാഹരണം പറയാത്തതിന് കാരണം നിങ്ങളുടെ സെറ്റുകൾ എല്ലാ ഗോളുകളും വ്യത്യാസമായി. അതിന് നിങ്ങൾ പലതരത്തിലുള്ള സ്റ്റെപ്പുകളാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളായിട്ട് അതിനെ മാറ്റിവെക്കുന്നു. ഇപ്പൊ വീട് കെട്ടുകയാണെങ്കിൽ പല ഘട്ടങ്ങളില്ലേ? സ്ഥലം വാങ്ങണം, അതിന് തറ കെട്ടണം, അതിന് ചുമരുണ്ടാക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കുമായി സ്റ്റെപ്പായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് ലക്ഷ്യത്തില്. ഒരൊറ്റയടിയല്ല. മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതിന് 10 വർഷം മുമ്പേ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി മുന്നിൽ കൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരോട് പറഞ്ഞു, മനുഷ്യൻ ചന്ദ്രനിൽ പോകും, അതൊരു അമേരിക്കക്കാരനായിരിക്കും ആദ്യം. ആ പറഞ്ഞിട്ട് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷമാണ്, 10 വർഷം എടുത്തു മനുഷ്യൻ ചന്ദ്രനിൽ പോകാൻ. പക്ഷേ ആ ആഗ്രഹം അദ്ദേഹം എഴുതി വെച്ചു. പക്ഷെ അതിന് പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നാസ ആ ലക്ഷ്യത്തിലെത്തിയത്. നമ്മളും അതുപോലെ, നമ്മുടെ രാജ്യവും അതുപോലെ. അമേരിക്കയുടെ ഉപഗ്രഹം പോലും നമ്മൾ വിക്ഷേപിക്കുന്ന തരത്തിൽ എത്തിയത് 1985 എവിടെയോ തലകുത്തി വീണ ഒരു SLVയുടെ ദുരന്തത്തിൽ നിന്നാണ്. അന്ന് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച APJ നമ്മളെ വലിയ ലക്ഷ്യത്തിലെത്താൻ സഹായിച്ചു. ബ്രേക്ക് ഇറ്റ് ഇൻടു സ്റ്റെപ്സ്. നെക്സ്റ്റ്. ഇവിടെയാണ് നമ്മുടെ മറ്റൊരു പരാജയം. നമ്മളിൽ തുടങ്ങി എന്താ സംഭവിക്കുക? ഇന്ന് ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾ എഴുതാൻ തുടങ്ങി, 2 ദിവസം കഴിഞ്ഞു. ആര് ചോദിക്കാൻ? ആരോട് ചോദിക്കാൻ? നമ്മളാരും ചോദിക്കാറില്ല. അവിടെയാണ് ഒരു ചോദ്യം വേണ്ടത്. ട്രാക്ക് യുവർ പ്രോഗ്രസ്. എത്ര ശതമാനമായി നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു? ശാരീരികമായ ഒരു ഗോൾ എടുത്ത ഒരാളാണ്. ഞാൻ ഫിസിക്കലി ഫിറ്റ് ആവാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ 6 പാക്ക് ബോഡി ആവാൻ തീരുമാനിച്ചു. പിന്നെ അയാൾ ചെയ്യേണ്ടത് ആ ഗോൾ സെറ്റ് ചെയ്ത് ഒരു ചിത്രം ഉണ്ടാക്കുന്നു, അത് ഒട്ടിക്കുന്നു, അത് തന്നെ ഫീൽ ചെയ്യുന്നു. അതിനുശേഷം രാവിലെ എഴുന്നേൽക്കുന്നു, അതിന് പറ്റിയ എക്സസൈസ് ചെയ്യുന്നു, ഓരോ ആഴ്ചയും ചെക്ക് ചെയ്യുന്നു, എങ്ങനെയുണ്ട് എന്റെ ചേഞ്ച്. അങ്ങനെ പ്രോഗ്രസ് ചെക്ക് ചെയ്തു. നേട്ടം നഷ്ടം, നേട്ടം നഷ്ടം, ഇങ്ങനെ വന്ന് ഒറ്റയടിക്ക് ഒരു അറ്റ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. പലപ്പോഴും നിരാശനായി തിരിച്ചു വരും, വീണ്ടും വിജയിക്കും. ഇങ്ങനെ പ്രോഗ്രസിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് ട്രാക്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് എന്തുകൊണ്ട് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല? അത് അടുത്ത സ്ലൈഡിൽ കാണിക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. രണ്ടും കൂടെ ഒന്നിച്ച് പറയാം, അതാണ് നല്ലതെന്ന് തോന്നുന്നു. നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല പലർക്കും എന്നുള്ളൊരു ഉത്തരം ഇവിടെയാണ് നമ്മുടെ ഒരു പരാജയം. ദ പവർ ഓഫ് അക്കൗണ്ടബിലിറ്റി. ആരാണ് നിങ്ങളുടെ കൗണ്ടർ പാർട്ട്? നിങ്ങളുടെ ലക്ഷ്യം നേടണമെങ്കിൽ നിങ്ങൾ 2 പേര് വേണം. ഒന്ന് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ. പലരും അവരുടെ ഗോൾ ആരോടും പറയില്ല. എല്ലാവരും വിളിച്ചു പറയേണ്ടതല്ല ഗോൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പകരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ വേണം. അവിടെയാണ് സുഹൃത്തുക്കളെ യാനം നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ആവാൻ പോകുന്നു. ഉറപ്പിച്ചു പറയാം, ഇതിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും ഇതിന് അവസാനം തരുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അവർക്ക് തുടർ ട്രെയിനിങ്ങുകൾ ഉണ്ടാവും, തുടർ മീറ്റിംഗ്സ് ഉണ്ടാവും, അവർ കൃത്യമായ അക്കൗണ്ടബിലിറ്റി നോക്കുന്നുണ്ടാവും. എങ്കിലേ നമ്മൾ മുന്നേറൂ. ഇന്ന് ഈ പ്രോഗ്രാം നടക്കാനും ഞങ്ങൾ അക്കൗണ്ടബിൾ ആണ്. അതിന്റെ സിലബസ് തയ്യാറാക്കുന്നു, അതിന്റെ സ്ലൈഡ്സ് ഉണ്ടാക്കുന്നു, അതിനുശേഷം അത് ഇപ്പൊ ഷെയർ ചെയ്യുന്നു. ഞാനും സുമേഷും വിനീഷും ഒക്കെ ഇതിനു വേണ്ടി ഒരാഴ്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്.
അതെന്ത് ചെയ്യണം, അതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് കോൾഡ് ദ പവർ ഓഫ് അക്കൗണ്ടബിലിറ്റി. ലക്ഷ്യം മാത്രം പോരാ, അത് ചോദ്യം ചെയ്യാൻ ഒരാൾ വേണം. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ പാർട്ട്ണറെ എടുത്തോളൂ. രണ്ടുപേരിരിക്കുന്ന ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ ബിസിനസ്സുകാരായിരിക്കാം, നിങ്ങൾ എന്താണോ നിങ്ങളെ ഗോൾ അത് എനിക്കറിയില്ല, അതിൽ മറ്റൊരാൾ ശ്രദ്ധിക്കാൻ വേണം. എങ്കിലും ഇത് മുന്നോട്ട് പോകും. ഇല്ല എന്താണെന്നൊരു മനുഷ്യന്റെ സ്വഭാവമുണ്ട്, നമ്മൾ പഴയ പിന്നെയും ചങ്കരം തെങ്ങയിലാന്ന് പറയും. നമ്മുടെ ബ്രെയിൻ ഇതൊന്നും ഇഷ്ടമല്ല സുഹൃത്തുക്കളെ. ഇപ്പൊ ഗതികേട് കൊണ്ടാണ് വന്നിരിക്കുന്നത്, അല്ലാണ്ട് എക്സൈറ്റ്മെന്റിലാണെന്ന് എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. പക്ഷെ നിങ്ങൾ ഇതിന്റെ ഒരു സുഖം മനസ്സിലാക്കിയാൽ ഗ്രേറ്റ് ഗ്രേറ്റ്. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് രാവിലെ 3:30 എഴുന്നേൽക്കുന്നതിന്റെ മനോഹാരിതയെ കുറിച്ച് ഞാൻ വായിച്ചു മനസ്സിലാക്കിയത്. ദ പവർ ഓഫ് ദ മാജിക്കൽ ടൈം ഓഫ് 3:30. ഞാനത് കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് അച്ചീവ് ചെയ്തത്. 5 മണിയിൽ തുടങ്ങി 4 മണിയിലെത്തി 3:30 എത്തുന്നു. ഇപ്പോൾ ഞാൻ അതിന്റെ ആ സൗന്ദര്യവും സുഖവും അനുഭവിക്കുന്നു. ദയവേത് നാളെ തന്നെ തുടങ്ങരുത്. അവിടെ അക്കൗണ്ടബിലിറ്റി വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങള് ഒന്നുകിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റർ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത്, ആരെങ്കിലും ഒരാൾ. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മളൊക്കെ തന്നെ വീഴും, സംശയമില്ല. വീഴ്ച വിജയത്തിന്റെ ഒരു ഘടകം തന്നെയാണ്, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. നമ്മൾ വീഴുമ്പോൾ ഓർക്കുക, എഴുന്നേൽക്കാനാണ്. ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഒരു ഹഡിൽ സൂടുകയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റണ്ണറാണ്, വീഴാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ട്രാക്കിങ്ങിൽ വരുന്നൊരു സംഭവം, നമ്മളുടെ മുന്നോട്ടുള്ള യാത്രകൾക്കിടയിലുള്ള മൈന്യൂട്ടായ കാര്യങ്ങൾ എഴുതുന്ന ഒരു ജേണൽ ഉണ്ടാകണം, സക്സസ് ജേണൽ. അതിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തണം. ഒരു 10 മിനിറ്റ്. എന്നിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ വിജയിക്കേണ്ട ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം, മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ്. തീർച്ചയായിട്ടും ധ്യാനം നിങ്ങൾ അതിന് സഹായിക്കും. എല്ലാ വ്യാഴാഴ്ചയും നൽകുന്ന ഒരു ബുക്ക് സീരീസ്, പോസിറ്റീവ് തിങ്കിങ് ബുക്ക് സീരീസ് എന്തിനാണ് നൽകുന്നത്? നിങ്ങളുടെ കൺസിസ്റ്റൻസി ഓഫ് ഗോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന പ്രഭാത പ്രോഗ്രാം ഉണ്ട്, അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടിന്യൂസ് സക്സസ് ജേർണി ട്രെയിനിങ് ആണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതിന്റെ കാര്യങ്ങൾക്ക് ലിങ്ക് വേറെ ലഭിക്കും. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. വെൻ യു ഫോൾ ബിഹൈൻഡ് യു ആർ ദേർ. അവിടെ നിങ്ങളുണ്ട്. ഇവിടെ ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ഒളിമ്പിക്സിന്റെ ഫൈനൽ റൗണ്ട്, അതിൽ 100 മീറ്റർ ഓട്ടം, അതിൽ ഓടുന്നത് അസഫ പവൽ, അന്നത്തെ ലോക ചാമ്പ്യൻ, ഉസൈൻ ബോൾട്ട് എന്ന് പറയുന്ന 2ാം സ്ഥാനക്കാരൻ. ഉസൈൻ ബോൾട്ടും അസഫ പവലും പ്രാണമിത്രങ്ങളാണ്. അവർ ജമൈക്കൻസ് ആണ്. അവർ ഒന്നിച്ചാണ് 4x100 മീറ്റർ റിലേ ഓടുന്നത്. പത്രക്കാർ ചോദിച്ചു അസഫ പവലിനോട്, നിങ്ങൾ ആരോടാണ് മത്സരിക്കുന്നത്? അപ്പോൾ അസഫ പവൽ പറഞ്ഞു, ഞാൻ ഉസൈൻ ബോൾട്ടോടാണ് മത്സരിക്കുന്നത്. അതേ പത്രക്കാരൻ ഉസൈൻ ബോൾട്ടോട് ചോദിച്ചു, നിങ്ങൾ ആരോടാണ് മത്സരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നോടാണ് മത്സരിക്കുന്നത്. ഞാൻ എന്നോടാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ അവനവനോട് മത്സരിക്കുന്നവന് മാത്രമേ ജീവിത വിജയം ഉണ്ടാവൂ എന്ന് ഓർമ്മിക്കുക. അവർ മാത്രമേ എഴുന്നേൽക്കൂ. അതാണ് നമ്മൾ പറയുന്നത് റിസൈലിയൻസ് എന്ന് പറയുന്നത്, തിരിച്ചു വരാനുള്ള കഴിവ്. 2 പോയിന്റാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഏത് വ്യക്തിക്കും എഴുതി വെച്ച ഗോൾ നേടാൻ സാധിക്കുമെന്ന് ചരിത്രം തെളിയിക്കുന്നു, സയൻസ് തെളിയിക്കുന്നു. എന്നാൽ എല്ലാവരും തിരിച്ചു വരാതെ, കാരണം 92% ആൾക്കാർ പരാജയപ്പെടാൻ കാരണം അവർക്ക് അതിന് പറ്റുന്ന ഒരു ക്ഷമയില്ല, അത് തുടരാനുള്ള ഒരു ഇച്ഛാശക്തിയില്ല, അല്ലെങ്കിൽ ഒരു പെർസിസ്റ്റൻസ് ഓർ കൺസിസ്റ്റൻസി ഇല്ല. അതാണ് കാരണം. അതുകൊണ്ട് ഈ സെഷനിൽ ഏതാണ്ട് 1.25 മണിക്കൂറോളം ഞാൻ സംസാരിക്കുന്നു. ഇനി 2ാം ഭാഗത്തിലേക്ക് സുമേഷ് വരുന്നതിന് മുമ്പ്, ഈ ലോകത്ത് വിജയിച്ച ആൾക്കാരും പരാജയപ്പെട്ട ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, വിജയിച്ച എല്ലാവരും പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്. അവർ അവിടെ നിന്നിട്ടില്ല. അവർ യാത്ര തുടരുന്നു. ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും ലക്ഷ്യബോധമില്ലാഞ്ഞിട്ടല്ല അവിടെ എത്താത്തത്. ആ ലക്ഷ്യബോധത്തെ വിജയത്തിലെത്തിക്കാൻ പറ്റുന്ന ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ആ ഇച്ഛാശക്തി ഒരു പ്രഭാഷണത്തിൽ നിന്ന് ലഭിക്കില്ല, ഒരു മോട്ടിവേഷണൽ പുസ്തകത്തിൽ നിന്ന് ലഭിക്കില്ല.
അത് അവനവന്റെ ഉള്ളിൽ തന്നെ ഉരുത്തിരിയേണ്ട ഒരു ഭാവം തന്നെയാണ്. അതിനെ സഹായിക്കാൻ ട്രെയിനിങ്ങുകൾക്കും മെന്ററിനും പുസ്തകങ്ങൾക്കും സാധിക്കും. ഒരുപക്ഷെ ഈ വലിയ സത്യം നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾ ലക്ഷ്യബോധത്തോടെ ജീവിത വിജയത്തിൽ എത്തുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് റോൾ മോഡലാക്കാവുന്ന ഏതെങ്കിലും ഒരു വിജയത്തെ മുന്നിൽ കാണുക. മുന്നിൽ കണ്ട വിജയത്തെ ആ വിജയിയെ നിങ്ങൾ മാതൃകയാക്കുക. അപ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ മിറർ ന്യൂറോൺസ് പ്രവർത്തിക്കാൻ തുടങ്ങും. അദ്ദേഹം പോയ വഴികളിലൂടെ പോകും. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വിജയത്തിന്റെ അടുത്തെത്താൻ വേണ്ടി നിങ്ങൾ കുതിക്കും. നിങ്ങൾ ഓർക്കുക, നമ്മൾ ഒരാൾ നേടുന്ന ഈ ലക്ഷ്യം നിങ്ങളുടെ കുടുംബത്തിൻ്റെതല്ലേ? നിങ്ങൾ കുടുംബത്തിൽ നേടുന്ന ലക്ഷ്യം നിങ്ങളുടെ ആ സമൂഹത്തിൻ്റെതല്ലേ? ഈ സമൂഹത്തിന്റെ ലക്ഷ്യമല്ലേ നമുക്ക് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ആവശ്യമുള്ളത്? സങ്കടത്തോടു കൂടി പറയട്ടെ, ഭാവി തലമുറ ലക്ഷ്യബോധം വളരെ കുറഞ്ഞവരാണ്. അവരെ നമ്മൾ ലക്ഷ്യബോധത്തിൽ എത്തിക്കണം. ആരുടെയൊക്കെയോ എന്തൊക്കെയോ പ്രേരണയാൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണുകളിലൂടെയൊക്കെ ഹുക്ക് ചെയ്യപ്പെടുന്ന ഏതൊക്കെയോ ചാനലുകാരുടെ ഇരകളായി തീരുന്ന വീട്ടമ്മമാരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും ഒരു പരിധിവരെ ചെറുപ്പക്കാരും നമ്മൾ ഏറെ പഠിപ്പിക്കുന്നത് ലക്ഷ്യബോധത്തിന്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ടാം ഭാഗത്തിന് ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് പോവുകയാണ്. അത് കൈകാര്യം ചെയ്യുന്നത് എന്റെ സഹോദരൻ ഡോക്ടർ സുമേഷ്, ഇന്റർവെൻഷണൽ പോഡിയാട്രിസ്റ്റും അതോടൊപ്പം ഒരു ലൈഫ് കോച്ചും, ഇപ്പോൾ ഫങ്ഷണൽ മെഡിസിനിൽ വളരെ താല്പര്യമുള്ള ഒരു ഡോക്ടർ നമ്മളോട് തന്റെ ജീവിതത്തിലൂടെ താൻ പ്രാവർത്തികമാക്കിയ വളരെ മനോഹരമായ ജീവിത വിജയത്തിന്റെ ഗോൾ സെറ്റിങ്ങിന് ഏറ്റവും പരമപ്രധാനമായ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ഓവർ ടു സുമേഷ്. I will come back after that. So good evening everybody. എല്ലാവർക്കും വളരെ നീണ്ട ഒരു സെഷന് ശേഷം അടുത്ത സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ കാര്യം നമ്മളൊരു അറൌണ്ട് ഒരു 45 മിനിറ്റ്സിന്റെ അടുത്തായി നമ്മൾ ഈ സ്ക്രീനിലോട്ട് തന്നെ എല്ലാവരും നോക്കിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് എഴുന്നേറ്റൊന്ന് സ്ട്രെച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്ത് നമ്മുടെ അറ്റൻഷനെ വീണ്ടും സ്ക്രീനിലോട്ട് നമുക്ക് കൊണ്ടുവരാം. സോ ഒരു 2-3 ഡീപ്പ് ബ്രീത്ത്സ്. നന്നായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടാം. എഴുന്നേറ്റ് നിന്ന് ശ്വാസം എടുക്കേണ്ടവർക്കോ സ്ട്രെച്ച് ചെയ്യേണ്ടവർക്കോ അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോ ഐ തിങ്ക് everybody ready? Okay, so വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ഞാൻ ക്ഷണിക്കുന്നത്. നമുക്കറിയാം 2025 അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 2026 വലിയൊരു പ്രതീക്ഷയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളിലേക്ക് തന്നെ നമ്മുടെ ആ ഒരു ക്യാമറ ഒന്ന് തിരിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്? ഈ ക്ലാസ്സുകളും അതുപോലെ തന്നെ ലൈഫ് മാനേജ്മെന്റ്, ലൈഫ് സ്ട്രാറ്റജി സെറ്റിംഗ്, ഇതെല്ലാം ഒരു ക്ലാസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് മാത്രം അധികാരപ്പെട്ടതാണോ? അല്ല, എല്ലാവർക്കും ഇത് എത്തിപ്പിടിക്കാൻ കഴിയുമോ? ഇങ്ങനെ ഒട്ടനവധി ചിന്തകളിൽ നിന്ന് വിഷമിക്കുന്നവനെ മാഷ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രയാസം അനുഭവിക്കാത്ത ആരും തന്നെ ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല. അവർക്ക് ഒരു അത്താണി താഴോട്ട് പോകുന്നതിനെ വലിച്ചു മേലോട്ട് ഉയർത്താൻ, ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന യാനം അസോസിയേറ്റ്സ് എന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. ആ ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയൊരു ചുവടുവയ്പ്പാണ് ഈ ഒരു ക്ലാസ്. നമ്മളൊക്കെ ചിന്തിക്കും, കാശ് വേണ്ടെടുത്ത് കാശ് തന്നെ വേണ്ടേ, ക്ലാസ് കൊണ്ട് എന്താണ് പ്രയോജനം? പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, പൈസ വേണം, നമുക്ക് ആവശ്യമാണ്. പക്ഷേ പൈസയേക്കാൾ വലിയൊരു ഗുണം, നമ്മൾ വിഷമിക്കുന്ന സമയത്ത് നീ ഭയക്കേണ്ട, നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ ഒരു മനുഷ്യന്റെ നാവ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ വരുന്ന ഒരു ആശ്വാസം പണത്തെക്കാൾ എത്രയോ വലുതാണ് എന്നുള്ള സത്യം, എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരം ഒരു ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്യാനുള്ള കാരണം. ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്
ഇന്ന് ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മളെല്ലാവരും ഈ നമ്മുടെ ഈ ഇതിൽ പങ്കെടുക്കുന്ന 175 ആൾക്കാരും ഒരു വലിയ സക്സസ്ഫുൾ ആൾക്കാരായി മാറും എന്നുള്ളതല്ല, പക്ഷേ 173 ആൾക്കാർക്കും സക്സസ്ഫുൾ ആയി തീരാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരുന്ന ഒരു കാഴ്ചപ്പാട്. അത് എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം, എന്താണ് നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ജീവിതം, നമ്മുടെ ജീവിതം ഡെയിലി റുട്ടീൻ ലൈഫ് മാത്രമാണ് നമ്മളൊരു കൃത്യമായ പ്ലാൻ ഇല്ലാതെ മെജോറിറ്റി ആൾക്കാർ വളരെ കൃത്യമായി ഡയറി എഴുതി നാളെ എന്ത് ചെയ്യണം, ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം, വൈകുന്നേരം എന്ത് ചെയ്യണം എന്ന് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പോകുന്ന ഒരു 10 to 50% ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ബാക്കി വരുന്ന 85%, ബാക്കി വരുന്ന 90% ആൾക്കാർക്കും യാതൊരു പ്ലാനിങ്ങും ഇല്ല. എന്താണ് നമ്മൾ പറയാ, അതായത് കാറ്റിനൊത്ത് നമ്മളും പോകുന്നു, അല്ലെങ്കിൽ മുന്നേ നടക്കുന്ന കുറെ ആൾക്കാർ, അവർക്ക് പുറകെ പോകുന്നു നമ്മളും എന്നുള്ള രീതിയിലുള്ള ഒരു യാത്ര മാത്രമാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. സോ 2025 പകരം 2026 വന്നാലും 2027 വന്നാലും ഒരു വിഭാഗം അല്ലെങ്കിൽ ഏറ്റവും മെജോറിറ്റി പെർസെന്റേജ് ആൾക്കാരുടെ ജീവിതം എന്നും മാഷ് നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ശങ്കരൻ തെങ്ങിൽ തന്നെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ മതിയോ? പോരാ. കാരണം വേഗതയേറിയ ഒരു ലോകമാണ് നമ്മുടെ മുന്നിലുള്ളത്. സെക്കൻഡുകൾക്കുള്ളിലാണ് ലോകത്തിന്റെ മാറ്റം സംഭവിക്കുന്നത്. ലോകം വിരൽത്തുമ്പിലാണ്. ഇന്ന് നമ്മൾ ഒരു വിരൽ ഒന്ന് ഞൊടിച്ചാൽ ലോകം തന്നെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. കിലോമീറ്ററുകൾക്ക് അപ്പുറം, പ്രകാശ ദൂരത്തിനപ്പുറം കിടക്കുന്ന ഉപഗ്രഹങ്ങളെയും ആളുകളെയും നമ്മൾ നേരിട്ട് കണ്ട് സംവദിക്കുന്നു, അറിവുകൾ ആർജിക്കുന്നു. ഇത്രയൊക്കെ ശാസ്ത്രവും അതുപോലെ മറ്റ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോഴും നാം എവിടെ നിൽക്കുന്നു, എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതിന്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. കാരണം മാഷ് പറഞ്ഞ പോലെ ചിന്തകൾ മരണത്തെ കീഴടക്കിയിരിക്കുന്നു. മെഡിക്കൽ സയൻസിന്റെയും ശാസ്ത്രത്തിന്റെയും വളർച്ച ഇന്ന് നമുക്ക് മരണത്തെ കീഴടക്കാൻ, മുൻപ് നമ്മൾ മഹാഭാരതം കഥയിൽ കേട്ടതുപോലെ ഭീഷ്മരുടെ സ്വച്ഛന്ത മൃത്യു എന്നുള്ള ആ ഒരു കഥ മാത്രമാണ് നമ്മൾ കേട്ടത്. പക്ഷെ ഇന്ന് മനുഷ്യന് ഓരോരുത്തർക്കും ജീവിക്കാം, ഞാൻ എപ്പോൾ മരിക്കണം, നമ്മുടെ മരണം നമ്മുടെ കയ്യിലാണ്. ശാസ്ത്രം അത്രമാത്രം വളർന്നിരിക്കുന്നു. ലോഞ്ചിവിറ്റിയുടെയും അതുപോലെ സയൻസിന്റെയും ബയോ എഞ്ചിനീയറിംഗിന്റെയും ഹാക്കിങ്ങിന്റെയും കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ ജീവിതമായാൽ മതിയോ? ഇത് നമ്മൾ എന്തു വേണം? നമുക്കറിയാം, ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിൽ 24 മണിക്കൂറും ഒരു സെക്കൻഡും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടില്ല, ലോകത്ത് ആർക്കും കിട്ടില്ല. മാറ്റമില്ലാത്ത ഒന്ന് മാറ്റം മാത്രമാണ് എന്ന് പറയുന്ന പോലെ സമയം എന്ന് പറയുന്നത്, സെക്കൻഡുകൾ എന്ന് പറയുന്നത്, മിനിറ്റുകൾ എന്ന് പറയുന്നത് ആർക്കും ആരെയും കാത്തു നിൽക്കാതെ മുന്നോട്ട് പോകും. പക്ഷേ നമ്മൾ ആ സമയത്തിനനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത്? നമ്മുടെ 24 മണിക്കൂർ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? ഇനി വരുന്ന സ്ലൈഡുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ പോകുന്നത് സോ ഹൗ ടു മാനേജ് ദ 24 hours ഇഫക്റ്റീവ്ലി. 24 മണിക്കൂർ നമ്മൾ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള 365-അപ്പുറം എത്ര വർഷങ്ങളും എത്ര മിനിറ്റുകളും നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഞാൻ ഈ സ്ലൈഡ് ഷെയർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീഡിയോ ഞാനൊന്ന് കാണിക്കുകയാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ സ്ലൈഡ്സിലേക്ക് പോകാം. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1440 മിനിറ്റാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് എല്ലാവർക്കും ഈക്വലായിട്ടാണ് വീതിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്കും അതേപോലെ. അപ്പോൾ നമ്മളിപ്പോൾ 1440 മിനിറ്റ് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയാണ്, സോറി, എനിക്ക് ചില കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം കൂടി അനുവദിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് 1 മിനിറ്റ് പോലും നമുക്ക് അനുവദിച്ച് കിട്ടുന്നില്ല. കാരണം സമയമില്ല, സമയം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കോടിക്കണക്കിന് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും 1 സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അത്ര കൃത്യനിഷ്ഠയുള്ളതാണ് സമയം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഈ സമയമാണ് നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി എടുത്തിട്ടുള്ള കലുങ്കിലിരുന്ന്
കളയുന്ന സമയം അതുതന്നെയാണ്. അതേ സമയം തന്നെയാണ് ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന ആൾ വളരെ സജീവമായി ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ വിജയിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് സമയത്ത്. ഓക്കെ, ഞാൻ സ്ലൈഡ്സിലേക്ക് പോവാം. ഓക്കെ, ഫൈൻ. So how to manage our 24 hours effectively? നിങ്ങൾ എല്ലാവരും നമ്മുടെ മഹാനായ, നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപോയ ശ്രീനിവാസൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. സോ ഇതാണ് സമയത്തിന്റെ അവസ്ഥ. ഓക്കെ, സമയം എന്ന് പറയുന്നത് ഒരിക്കലും ആരും കാത്തു നിൽക്കുന്നില്ല. സോ സമയത്തിന്റെ ഈ നഷ്ടം നമുക്ക് മനസ്സിലാവാൻ ഞാൻ ഒന്നുകൂടെ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 2 ലക്ഷം രൂപ വരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 2 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്കത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ല. രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഈ 2 ലക്ഷം രൂപ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മാഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നു. എനിക്ക് തോന്നുന്നത് സമയത്തിന്റെ നഷ്ടത്തെക്കാൾ ഏറെ ഈ പൈസയുടെ നഷ്ടം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെയിം എഫക്ട് തന്നെയാണ് നമുക്ക് സമയത്തിന്റെ നഷ്ടത്തിലും സംഭവിക്കുന്നത്. 24 മണിക്കൂർ നമ്മൾക്ക് കിട്ടുന്നു. ആ 24 മണിക്കൂറും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കോ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പല സമയങ്ങളും നമുക്ക് ഉത്തരം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിൽ കണ്ടതുപോലെ ലോകത്തുള്ള എല്ലാവർക്കും 24 മണിക്കൂർ എന്ന് പറയുന്നത് സെയിം ആണ്. ഒരു സെക്കൻഡ് പോലും കൂടുതൽ കിട്ടുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്ന 24 മണിക്കൂറും രമേശ് മാഷ് ഉപയോഗിക്കുന്ന 24 മണിക്കൂറും മിനീഷ് ഉപയോഗിക്കുന്ന 24 മണിക്കൂറും നമ്മുടെ എല്ലാവരും ഉപയോഗിക്കുന്ന 24 മണിക്കൂറിന് മറ്റൊരു വ്യത്യാസവുമില്ല. പക്ഷേ ഈ 24 മണിക്കൂർ എങ്ങനെ നമുക്ക് ഓരോരുത്തരും വളരെ വിജയകരമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് വ്യത്യാസം. ഞാൻ ഉപയോഗിക്കുന്ന പോലെ അല്ല ഈ ഗ്രൂപ്പിലിരിക്കുന്ന പലരും ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കില്ല ഞങ്ങൾ ഉപയോഗിക്കാം. സോ ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് കൊണ്ടുവന്ന് ഓരോരുത്തരുടെ 24 മണിക്കൂറും വിലയേറിയതാക്കാൻ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. സോ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യൂണിവേഴ്സൽ ഇക്വാലിറ്റി, എവറി സിംഗിൾ ഡേ ഡെലിവേഴ്സ് എക്സാക്ട്ലി 1440 മിനിറ്റ്സ്. 1440 മിനിറ്റാണ് എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാവുന്നത്. ആർക്കും അത് കുറച്ചും കിട്ടുന്നില്ല, കൂടുതലും കിട്ടുന്നില്ല. കൃത്യമായിട്ട് ഭാഗിച്ചിട്ടാണ് നമുക്ക് some people accomplish extraordinary things while others feel perpetually overwhelmed and behind. കുറച്ച് ആൾക്കാർ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു, കുറച്ച് ആൾക്കാർ പിന്നോട്ട് പോകുന്നു. എന്താണ് ഇതിന്റെ റിയൽ സീക്രട്ട്? സക്സസ് ഈസ് ഇൻ അബൌട്ട് മാനേജിങ് യുവർ endless task list. It is about strategically managing your finite time. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ 24 മണിക്കൂറും ജോലി എടുക്കുക എന്നുള്ളതല്ല, ഏറ്റവും കുറഞ്ഞ സമയം എങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ വ്യത്യാസം. നമ്മളെല്ലാവരും അങ്ങനെയാണ് ചെയ്യാം. നമ്മളിപ്പോ ചില ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം പറയും, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ല രാത്രി വൈകുന്നവരെ ഞാൻ ജോലി ചെയ്യുന്നു, പക്ഷെ എന്റെ ജീവിതത്തിന് യാതൊരു മാറ്റവും കാണുന്നില്ല. എന്നും ഞാൻ ജോലി ചെയ്യുന്നു, എല്ലാം എന്റെ കുടുംബത്തിന് വേണ്ടി അല്ല എന്റെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നു, പക്ഷെ എന്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ല. സോ നമ്മളിലേക്ക് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ ചെയ്യുന്ന സമയം രണ്ടുകൂടെ നമ്മൾ ഒരു ടാലിയാക്കി നോക്കാൻ നമ്മൾ ഒരിക്കലും നിൽക്കാറില്ല. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാറില്ല. ഏത് കാര്യം ഏറ്റവും ഏർജന്റ് ആണ്, ഏത് കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഏത് കാര്യമാണ് നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് എന്ന് ഒരിക്കലും നമ്മൾ ചെയ്യാറില്ല. സോ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു വീട് എടുക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കും. ഒരു വീട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ആ വീടിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, ആ വീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ടാക്കും. ആ പിക്ചർ നമ്മൾ ഒരു എഞ്ചിനീയർ എടുത്തോ അല്ലെങ്കിൽ നമ്മൾ ഒരു ആർക്കിടെക്റ്റിന്റെ അടുത്തോ നമ്മൾ പറഞ്ഞിട്ട് അത് കൃത്യമായിട്ടുള്ള അതിന്റെ ഓരോ പാർട്ടിനും മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് വേണം, എത്ര പില്ലേഴ്സ് വേണം, എവിടെയൊക്കെ ചുമരുകൾ വേണം, എവിടെയൊക്കെ വിൻഡോസ് വേണം, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വരച്ചുണ്ടാക്കണം. സോ മോഡേൺ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അതിന്റെ ഒരു 3D പിക്ചറും കൂടെ നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ഒരു വീട് എടുക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഗവൺമെന്റുകൾ, നമ്മുടെ ഭരണഘടനാ സംവിധാനം
ഒരു വർഷത്തിൽ ചെലവഴിക്കേണ്ട പൈസയുടെ ബഡ്ജറ്റ് കൃത്യമായി ഓരോന്നിനും അലോക്കേറ്റ് ചെയ്യേണ്ട ബഡ്ജറ്റ് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നു. നമ്മൾ ഒരു പ്രോജക്റ്റ് ഉണ്ടായി കഴിഞ്ഞാലും DPR, ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി പഠിക്കുന്നു, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ എക്സാം എഴുതാൻ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരുടെ രീതി എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള ആൻസേഴ്സ് ആദ്യം എഴുതും, അവസാനം വിഷമമുള്ള കാര്യങ്ങൾ മാറ്റിവെക്കും. സോ നമ്മളിപ്പം നമ്മളൊരു വിത്ത് വിതച്ചതിന് ശേഷം ഒരു ചെടിയായി വരുമ്പോഴത്തേക്ക് അതിനും ഓരോ ടൈമിൽ ചെയ്യേണ്ട വളപ്രയോഗം, ഓരോ സമയത്ത് ചെയ്യേണ്ട കീടനാശിനി പ്രയോഗം, ഇങ്ങനെയെല്ലാം സ്ട്രക്ചറുകളുണ്ട്. പക്ഷേ നമ്മുടെ ഈ 24 മണിക്കൂറിൽ നമ്മൾ എന്ത് സ്ട്രക്ചറാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ എന്താണ് എപ്പോഴെങ്കിലും നമ്മൾ രാവിലെ കൃത്യം 10 മണിക്ക് ഞാൻ ഇന്നയാളെ മീറ്റ് ചെയ്യും, കൃത്യം 9 മണിക്ക് ഞാൻ ഇന്നയാളുമായിട്ട് സംസാരിക്കും, അല്ലെ 9 മണിക്ക് ഞാൻ ഇന്ന സ്ഥലത്ത് പോകും എന്ന് നമ്മൾ മെജോറിറ്റി ആൾക്കാരും നമ്മൾ ആരും തന്നെ ചിന്തിക്കാറില്ല. എന്താണോ രാവിലെ വളരെ ചില ജോലികൾ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ചില അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ഈവൻ നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ കാണാൻ വരുന്ന മെഡിക്കൽ റെപ്സ് ഒക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ആൾ ഓക്കെ ഇത്ര മണിക്ക് ഇന്ന അപ്പോയിന്റ്മെന്റ് ഇന്ന ആളുടെ അടുത്ത് ഇന്ന ഡോക്ടറെ അടുത്ത് അങ്ങനെ ചാർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അത് വളരെ ചുരുങ്ങിയ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ചാർട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ സാധാരണക്കാരൻ ഒരിക്കലും ഒരു ചാർട്ടിന്റെ പുറകെയോ ഒന്നും തന്നെ പോവാറില്ല. സോ അതാണ് യഥാർത്ഥത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സമയത്തെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ സമയത്തിന്റെ മാക്സിമം കൊടുക്കാവുന്ന എന്തെങ്കിലും ജോലികൾ ചെയ്യാറുണ്ടോ? ഇവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം. കോസ് ഓഫ് പുവർ ടൈം മാനേജ്മെന്റ്. നമ്മൾ എന്താണ് പ്രൊക്കാസ്റ്റിനേഷൻ സ്പൈറൽ, നമ്മൾ കാര്യങ്ങൾ മാറ്റിവെക്കുന്നു. ഓക്കെ, പ്രൊക്കാസ്റ്റിനേഷൻ മീൻസ് മാറ്റിവെക്കുക. നമ്മൾ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ അയ്യോ ഏതായാലും ഇന്ന് വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല, നമുക്ക് കാര്യങ്ങൾ വൈകുന്നേരം ചെയ്യാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ചെയ്യാം, ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വൈകുന്നേരത്തെ ചെയ്യുമ്പോഴോ ഉച്ചയ്ക്ക് ചെയ്യുമ്പോഴോ നമ്മളെ ആലോചിക്കുന്നില്ല, നമ്മുടെ ശരീരത്തിന്റെ എനർജിയെ കുറിച്ച് ആലോചിക്കുന്നില്ല. രാവിലെ ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് രാവിലെ മുതൽ എനർജി നമുക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നു, അല്ലെ നമ്മൾ വർക്ക് പോകുന്നതിനനുസരിച്ച്, അല്ലെ നമ്മളിപ്പോ യാത്രയൊക്കെ ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്ന ജോലിയൊക്കെയാണ് നമ്മുടെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ഓഫീസിൽ പോലും ആണെങ്കിൽ പോലും നമ്മുടെ എനർജി ഉച്ചയാവുമ്പോഴത്തേക്ക് ടൈം പോകെ ഡെഫിനറ്റ് ആയിട്ട് എന്താവും, നമ്മുടെ എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ കാണാറില്ല. ആ ജോലി എനിക്ക് ഈ രാവിലെ ചെയ്യുന്ന ജോലി വൈകുന്നേരത്തേക്ക് മാറ്റിവെച്ചാൽ, ഉച്ചയ്ക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് ആ ശരീരം എനർജൈസ്ഡ് ആയിട്ട് നിൽക്കുമോ? ആ ജോലി ചെയ്യാനുള്ള എനർജി നമുക്ക് ഉണ്ടാവുമോ? അതിന്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടുമോ? ഇതൊന്നും നമ്മൾ ആലോചിക്കാറില്ല. സിംപ്ലി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കും. സോ ദെൻ research reveals people waste up to 40% of their day on low value activities that don't move them forward. എന്താണ് ചെയ്യുന്നത്? റിസർച്ചുകൾ പഠിപ്പിക്കുന്നത് 40% ജോലികളും നമ്മൾ ഒരു ദിവസം ചെയ്യുന്നത് ടൈം വേസ്റ്റ് ആണ്. നമുക്ക് ആ സമയത്ത് ചെയ്യേണ്ടത് ആവശ്യമില്ല, അതല്ലെങ്കിൽ നമുക്ക് പ്രയോറിറ്റൈസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല, വേസ്റ്റ് ഓഫ് ടൈം ആണ് നമ്മൾ സംഭവിക്കുന്നത്. സോ അവിടെ എന്താണ് പറ്റുന്നത്? അവസാന മിനിറ്റിലേക്ക് കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോഴത്തേക്ക് ക്വാളിറ്റിയെ അത് ബാധിക്കും. രാവിലെ 10 മണിക്ക് നമ്മൾ ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം പെർഫെക്ഷനോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയധികം പെർഫെക്ഷൻ നമ്മൾ ഉച്ചയ്ക്ക് ചെയ്താലോ വൈകുന്നേരം ചെയ്താലോ നമുക്ക് ലഭിക്കില്ല. സോ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മറ്റൊരു വലിയ ശത്രുവാണ്. അത് നമ്മൾ ചിന്തിക്കാറില്ല. എവിടെയാണ് നമ്മുടെ സമയം പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സമയം പോകുന്നത് മോണിറ്റർ യുവർ ഡെയിലി ആക്ടിവിറ്റീസ് ഫോർ അറ്റ്ലീസ്റ്റ് 2 days യൂസിങ് ആപ്സ് ലൈക്ക് ഓക്കെ. നമ്മൾ എങ്ങനെയാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെയാണ് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരം, നമ്മുടെ ന്യൂറോൺസ്, നമ്മുടെ ബ്രെയിൻ ഇത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഒരു ഫൈൻ മോർണിംഗ് നാളെ മുതൽ ഞാൻ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പറ്റില്ല. 2 ദിവസം നമ്മൾ രാവിലെ എഴുന്നേക്കും, അല്ലെ 3 ദിവസം രാവിലെ എഴുന്നേക്കും, അടുത്ത 4ാമത്തെ ദിവസം ആകുമ്പോഴത്തേന് ഡെഫിനറ്റ്ലി നമ്മൾ ഫെഡപ്പ് ആവും. കാര്യം നമ്മുടെ ശരീരം ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനും ഒരുപാട് ടൈം എടുക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട് 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം എന്നൊക്കെ നമ്മൾ കണക്കുകൾ പറയാറുണ്ട്. അത് നമ്മുടെ ന്യൂറോൺസിനെ ട്യൂൺ ചെയ്യാനുള്ള, മാഷ് നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോ പാത്വേ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു സമയമാണ്. കാര്യം നമ്മുടെ ബ്രെയിനിലോട്ട് ഈ കാര്യങ്ങൾ പുതുതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ അത് നമ്മൾ ഓർഡറിലേക്ക് ആക്കി വെക്കുമ്പോഴത്തേക്ക് നമ്മൾ അത് പഠിച്ചെടുക്കാനുള്ള ഒരു സമയം
നമ്മുടെ ന്യൂറോൺസ് എടുക്കും, ഒരു പുതിയ ന്യൂറൽ പാത്വേ ഉണ്ടാവാനുള്ള ഒരു സമയമെടുക്കും. എങ്കിൽ മാത്രമേ നമുക്കത് നമ്മുടെ റുട്ടീനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. സോ എവിടെ നമ്മുടെ സമയം നഷ്ടപ്പെടാൻ എവിടെ പോകുന്നു എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ട്രാക്ക് ചെയ്യണം. നമ്മൾ എവിടെ നമുക്ക് സമയം നഷ്ടപ്പെട്ടു, എവിടെയാണ് നമ്മൾ വേസ്റ്റ് ചെയ്തത്, ഐഡന്റിഫൈ മേജർ ടൈം വേസ്റ്റ്. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ ഫോണിൽ കളിച്ചിട്ടാണോ സമയം പോയത്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട്, നമുക്കറിയാം ഇപ്പൊ ഒരാളോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ചിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ചിലപ്പോൾ നമ്മൾ ഇരുന്ന് കൊടുക്കേണ്ടി വരും. സോ ഇങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ സമയം നഷ്ടപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. സോ അത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മളിലേക്ക് തന്നെ ഒരു ക്യാമറ തിരിച്ച് നമ്മളത് കണ്ടുപിടിക്കാം. പിന്നീട് നമുക്ക് ഒരുപാട് ചില മാട്രിക്സുകൾ ഉണ്ട്. ഓക്കെ, എന്താണ് ആ മാട്രിക്സ് എന്ന് പറയുന്നത്? ഇപ്പൊ എയ്സൻഹോവർ മാട്രിക്സ് എന്ന് പറയുന്നത് എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുക. സെക്കൻഡ്ലി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യം, ഒരു മോസ്റ്റ് അർജന്റ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ രണ്ടാമത് ചെയ്യുക. അതിലും താഴെയുള്ള ഏർജൻസി ഉള്ള കാര്യം മൂന്നാമതായിട്ട് ചെയ്യുക. ലോ ഏർജൻസി ഉള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീടിലേക്ക് നമുക്ക് അത് അടുത്തതായിട്ട് ചെയ്യുക. ഓക്കെ, മാറ്റി വെക്കുക എന്നുള്ളതല്ല, പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ അർജൻസിക്ക് അനുസരിച്ചിട്ട് മീൻസ് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ശീലം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീടേക്ക് വെക്കുന്നു, അനാവശ്യമായിട്ടല്ല നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന നമ്മൾ ഫിറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എവിടെയാണ്? റിഫ്ലക്ട് ഓണസ്റ്റ്ലി, ആസ്ക് യുവർസെൽഫ്, are your daily actions genuinely aligned with your long term goals and values? മാഷ് ഗോളിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ നമ്മൾ അനാവശ്യമായ അല്ലെങ്കിൽ വേഗത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഗോളിലേക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുകയില്ല. സോ നമ്മുടെ ലക്ഷ്യത്തോട്, നമ്മുടെ എവിടെയാണോ നമ്മൾ എത്തേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തായി തീരണം എന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുത്തിരിക്കുന്നത്, അവിടേക്കുള്ള യാത്രയിൽ നമുക്ക് സത്യസന്ധത പുലർത്താൻ ഇത്തരം പ്രവൃത്തികളിലൂടെ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ടൈം ബ്ലോക്ക് ആക്കുന്ന, പ്ലാൻ യുവർ ഡേ വിത്ത് ഇന്റൻഷൻ, ടൈം ബ്ലോക്കിംഗ്. ഓക്കെ, നമ്മൾ എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ക്രിയേറ്റ് focused blocks. Okay, divide your day into dedicated time block for specific activities, deep work, meeting, breaks and operational time. എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ നമുക്കറിയാം 24 മണിക്കൂറിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കും. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇന്നത്തെ ഒരു തലമുറയോട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഊന്നി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പല മഹാന്മാരും അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ പല മഹാന്മാരും ചുരുങ്ങിയത് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നവരാണ്. ഇന്ന് 4 പോയിട്ട് 6 മണിയുടെ പ്രഭാതം കണ്ടിരിക്കുന്ന എത്ര പേര് ഈ ഗ്രൂപ്പിൽ ഇരിപ്പുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായ ആൾക്കാർ മാത്രമേ, വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവും. ആ ശീലം നമ്മൾ മാറ്റി. ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ IT, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഏറ്റവും വലിയ അടിമകളാണ് നമ്മൾ. നിങ്ങളോട് ഞാൻ സംവദിക്കുന്നത് IT-യുടെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യം വെച്ചിട്ടാണ്. ഈ സാധനം സൂം എന്നോ വാട്സപ്പ് എന്നോ പറയുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ദൂരത്തിരുന്ന് നിങ്ങളോട് സംസാരിക്കാനും ബന്ധങ്ങൾ നമുക്ക് പലതും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഏറ്റവും വേഴ്സൺ ആയിട്ടുള്ള ഒരു സൈഡാണ് നമ്മുടെ സമയം കൊണ്ടുപോകുന്നത്. കാര്യം നമ്മൾ രാവിലെ, ഇപ്പൊ ഈവൻ രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നമ്മൾ വിചാരിക്കും ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം, എന്തെങ്കിലും ഒരു കാര്യം, അല്ല വാട്സാപ്പിലുള്ള 2 മെസ്സേജസ് ആയിരിക്കാം, അല്ലെ 2 റീൽസ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു റീല് കാണാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരു റീലിൽ നമ്മൾ നിൽക്കില്ല. ആ ഒരു റീലിന് പകരം അത് 5ലോ 10ലോ പോകും. സമയം പോകുന്നത് ഒരിക്കലും നമ്മൾ അറിയാറില്ല. സോ ദാറ്റ് മീൻസ് വേസ്റ്റ് ഓഫ് ടൈം. ഈ റീല് കണ്ടതുകൊണ്ട് നമുക്ക് എന്ത് കാര്യം, നമ്മുടെ അന്നത്തെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു മൂഡ് സ്വിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ റീൽസ് കാണുന്നുണ്ടാവുക. പക്ഷെ അതും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ്, നമ്മൾ പ്ലാൻ ചെയ്ത ചില കാര്യങ്ങൾ ലേറ്റ് ആവുന്നു. റീൽസിലോട്ട് മുഴുകി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴും നമ്മുടെ സമയം എങ്ങനെ പോകുന്നു നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയാറില്ല.
സോ ഇവിടെ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഡിവൈഡ് അവർ 24 hours. ഈ 24 മണിക്കൂറിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാർട്ടായിട്ട് നമ്മൾ തിരിക്കണം. ഓക്കെ, ഇപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ എന്ത് ജോലി ചെയ്യുന്നു, അല്ലെ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു, എന്തൊക്കെയാണ് എന്റെ കർത്തവ്യങ്ങൾ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ചില ജോലികൾ ചെയ്യുന്നവർക്ക് ഇപ്പം നാളെ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് കിട്ടിയാൽ മാത്രമേ എനിക്ക് വർക്കുള്ളൂ, അല്ലെ എങ്കിൽ മാത്രമേ പോവേണ്ടതുള്ളൂ, അങ്ങനെയുള്ള ചില ആൾക്കാരാണ്. പക്ഷെ ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ ആ സ്വഭാവത്തിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് പഠിക്കണം. ഒന്നും പ്ലാനിങ് ഇല്ലാതെ നടത്താൻ കഴിയില്ല. അല്ലാതെ പ്ലാൻ ചെയ്തിട്ട് നടത്താൻ ഏത് ജോലിക്ക് വേണമെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം. അത് ശീലിച്ചാൽ മാത്രമാണ്. സോ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഈ സമയത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. സോ സ്വാഭാവികമായിട്ടും നമ്മൾ പരമാവധി നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തത്വം എന്ന് പറയുന്നത്. അത് 4 മണി എന്നൊക്കെ നമുക്ക് നമ്മുടെ ഹിന്ദു പുരാണങ്ങളൊക്കെ പറയുന്ന ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. കാര്യം ഇന്ന് എസ്പെഷ്യലി നമ്മുടെ ഈ വായു മലിനീകരണമൊക്കെ ഏറ്റവും കൂടിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്പമെങ്കിലും നമുക്ക് നമ്മുടെ ശുദ്ധവായു ഓക്സിജൻ കൃത്യമായിട്ട് കിട്ടാനുള്ള സമയം എന്ന് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും രാവിലെ തന്നെയാണ്. അതുകൊണ്ട് പരമാവധി നേരത്തെ നമുക്ക് എഴുന്നേക്കാം. നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ചെയ്യാം. പക്ഷേ നിങ്ങൾ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സോ വേർ യു ആർ wake up early in the morning doesn't matter what you have to do. If you have to do anything, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കൽ കാര്യമുള്ളൂ. അല്ലാതെ രാവിലെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റു, ഞാൻ 6 മണി വരെ റീൽസ് നോക്കിയിരുന്നു പറഞ്ഞതിനെ കൊണ്ട് പ്രത്യേകിച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ യു ഹാവ് ടു ഡു സംതിങ്. there may be something. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണം. അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഏറ്റവും രാവിലെ ഒരു മനുഷ്യന്റെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് മോർണിംഗ് സെഷനാണ്. ഈ മോർണിംഗ് സെഷനിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ജോലിയുടെ ഏറ്റവും മികച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് രാവിലത്തെ സെഷനിലാണ്. സോ സ്വാഭാവികമായിട്ട് 24 hours എങ്ങനെ നമുക്ക് ഭാഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. കാര്യം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പോസിബിൾ ആണെങ്കിൽ മനുഷ്യന് കൃത്യമായിട്ടുള്ള ഉറക്കം ആവശ്യമുണ്ട്. കാര്യം നമ്മൾ കഴിച്ച ദഹിച്ച് ശരീരം അത് ഉപയോഗിക്കണമെങ്കിൽ ശരീരത്തിന്റെ ഓരോ അവയവത്തിനും അതിൻ്റെതായ റെസ്റ്റും അതിൻ്റെതായ വർക്കിംഗ് ടൈമും നമ്മൾ കൊടുക്കണം. ഇന്ന് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ സ്ലീപ്പ് ഡിസോർഡർ ആണ്. പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഉറക്കം കൃത്യമല്ലാത്ത ഒരു അവസ്ഥയാണ്. എല്ലാ രോഗങ്ങളുടെയും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന സൈലന്റ് കില്ലർ ഡയബറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന സ്ലീപ്പ് അപ്നിയാണ്, അതായത് കൃത്യതയില്ലാത്ത ഉറക്കം. സോ സ്വാഭാവികമായിട്ടും നമ്മൾ ഉറങ്ങേണ്ടത് ഏറ്റവും അത്യാവശ്യം കാര്യമാണ്. നമ്മൾ പണ്ടുപോലെ നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട്, ആരോഗ്യവാനായ ഒരു മനുഷ്യൻ മിനിമം 7 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങണം എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി സ്വാഭാവികമായിട്ട് ഇന്ന് ആൾക്കാർ ചിലപ്പോൾ ഉറങ്ങുന്നത് 4 മണിക്കൂറോ 5 മണിക്കൂറോ ആണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 to 7 hours എങ്കിലും നമ്മൾ 8 മണിക്കൂർ ആണെങ്കിൽ ഏറ്റവും ഉത്തമം. പക്ഷെ നമ്മൾ ഒരു 7 മണിക്കൂറെങ്കിലും നമ്മുടെ ഉറക്കത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. 24 മണിക്കൂറിൽ 7 മണിക്കൂർ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 17 മണിക്കൂർ. ഓക്കെ, ഈ 17 മണിക്കൂറിൽ നമ്മുടെ ഒരു മിനിമം ഒരാളുടെ ജോലി സമയം എന്ന് പറയുന്നത് 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ ആയിരിക്കാം. 8 to 10 hours. ഓക്കെ, സോ 10 മണിക്കൂർ നിങ്ങൾ കൂട്ടുക. കാര്യം ഈ 10 മണിക്കൂറിനകത്ത് ചിലപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള സമയം, ജോലിക്കായിട്ട് പോവേണ്ടി വരുന്ന സമയം, വരേണ്ടി വരുന്ന സമയം എല്ലാം ഈ 10 മണിക്കൂറിനകത്ത് ഒതുങ്ങുമെന്ന് നമ്മൾ കണക്കൂട്ടുക, ഒതുക്കിയിരിക്കുക. അതിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. സോ 17 മണിക്കൂറിനകത്ത് പോയി 10 മണിക്കൂർ നമ്മൾ പോയി, ബാക്കിയുള്ള 7 മണിക്കൂർ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കേണ്ട സമയമാണ് ഈ 7 മണിക്കൂർ എന്ന് പറയുന്നത്. ഉറക്കം നമ്മളൊന്നും അറിയുന്നില്ല, നമ്മൾ അങ്ങനെ തന്നെ പോകുന്നു. 10 മണിക്കൂർ നമ്മുടെ ജോലിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോകുന്നു, അവിടെയും നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. പക്ഷേ ഇനി നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കേണ്ടത് ഈ വരുന്ന 7 മണിക്കൂർ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. കാര്യം ജോലിക്ക് അതിൻ്റെതായ സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ ഏത് കൂലിപ്പണി ആവട്ടെ, ഓഫീസ് ജോലി ആവട്ടെ, എന്തോ ആവട്ടെ, അതിൻ്റെതായ ഒരു സ്ട്രക്ചർ എങ്ങനെ തന്നെയാണെങ്കിലും ഉണ്ട്. അപ്പൊ അതിന്റെ വഴിക്ക് നമുക്ക് അങ്ങനെ പോയിക്കോളും. അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ പ്രയോറിറ്റൈസേഷൻ അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ എനർജി ചെലവാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ രാവിലെ ചെയ്യുക. ഉച്ചയിലോട്ട് പോകുന്നതനുസരിച്ചിട്ട് നമ്മുടെ എനർജി കുറച്ചു മാത്രം ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. സോ ഞാൻ പറഞ്ഞു, 7 മണിക്കൂർ നമ്മൾ ഉറങ്ങി, 10 മണിക്കൂർ നമ്മൾ ജോലിക്ക് വേണ്ടി നമ്മൾ ചെലവാക്കി, കഴിച്ചു ബാക്കി വരുന്ന 7 മണിക്കൂർ എന്ന് പറയാം. ഈ 7 മണിക്കൂറിൽ രാവിലെ ചിലപ്പോൾ 1 മണിക്കൂർ നമുക്ക് നമുക്ക് പോകുന്നതിന് മുന്നേയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നേക്കാം. അല്ല എങ്കിൽ
നമ്മൾ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് 4 മണിക്ക് എഴുന്നേറ്റ് ഉടൻ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിലെടുത്തിട്ട് എന്താണ് ഇന്ന് ആരൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേര് നൈറ്റ് മെസ്സേജിന് റിപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല, നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങി എഴുന്നേറ്റ് അരമണിക്കൂറിനുള്ളിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾ കൈവെക്കരുത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ബ്ലൂ സ്ക്രീൻ എഫക്ട് എന്ന് പറയുന്നത് വളരെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഈ രാവിലെ നമ്മൾ മൊബൈൽ എടുത്തു, ഈ രാവിലത്തെ കുറച്ച് മെസ്സേജസും കുറച്ച് മറ്റുള്ള ആൾക്കാർ, നമ്മൾ എന്തേ നോക്കുന്നത്, നമ്മുടെ കാര്യമല്ലല്ലോ നമ്മൾ നോക്കുന്നത്, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു, മറ്റുള്ളവർക്ക് എന്തായി എന്നാണ് നമ്മൾ ഈ രാവിലത്തെ അരമണിക്കൂർ നോക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് കാര്യം വന്നാൽ നമ്മുടെ എല്ലാ മോട്ടിവേഷനും പോവും, നമ്മുടെ എല്ലാ പ്ലാനിങ്ങും പോവും, എല്ലാം മാറി മറിയും. സോ ഡെഫിനറ്റ്ലി ഡോണ്ട് ടച്ച് യുവർ മൊബൈൽ ഫോൺ ആഫ്റ്റർ വേക്കപ്പ്. ഓക്കെ, ആഫ്റ്റർ 30 minutes ആഫ്റ്റർ വേക്കപ്പ്. ഉറങ്ങി എഴുന്നേറ്റ് അടുത്ത അരമണിക്കൂർ നിങ്ങൾ മൊബൈൽ ഫോൺ തൊടാനേ പാടില്ല. ഓക്കെ, രാവിലെ എഴുന്നേൽക്കുക, നമ്മുടെ പ്രാഥമിക കൃത്യങ്ങൾ നമ്മൾ നിർവഹിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പരമാവധി ഒരു 2 മുതൽ 3 ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഡീടോക്സിഫിക്കേഷൻ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ നടക്കും. അതിനുശേഷം ലഘുവായിട്ട് വ്യായാമം ചെയ്യുന്ന ആൾക്കാർ, നമുക്ക് സ്ട്രെച്ചിങ്, വാട്ടവർ, നിങ്ങൾ നടക്കാൻ പോവുക, എന്താണോ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇന്നത്തെ മോഡേൺ ലൈഫിൽ സെഡൻഡറി ലൈഫാണ്, നമ്മൾ ആരും തന്നെ നമ്മൾ അനങ്ങാറില്ല, നമ്മൾ ഒന്നും ചെയ്യാറില്ല. അപ്പോ ഞാൻ പറഞ്ഞു, ജീവിതശൈലി രോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസ് ഇല്ലാത്ത, വ്യായാമം ഇല്ലാത്ത ജീവിതമാണ്. അപ്പോൾ ഒരു 30 to 40 minutes അല്ലെങ്കിൽ 1 hour പരമാവധി നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക എക്സസൈസ്. സോ അതിനുശേഷം നമ്മുടെ ജോലിയിലേക്ക് നമ്മൾ തിരിയുന്നു, നമ്മൾ ജോലിയിലേക്ക് പോകുന്നു, നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധമായിട്ടും നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്യുക. സോ ദെൻ ലഞ്ച് എന്ന് പറയുന്ന സംഭവം. സോ ഇവിടെ ഞാൻ ഈ പറഞ്ഞതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബാച്ച് സിമിലർ ടാസ്ക്, ഒരേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരുമിച്ച് നമ്മൾ ചെയ്യുക. ദെൻ പ്രൊട്ടക്ട് ഡീപ്പ് വർക്ക്. ഓക്കെ, ദെൻ ചൂസ് യുവർ ടൂൾസ്. കാര്യം നമ്മൾ ജോലി ലഘൂകരിക്കാനായിട്ട് നമുക്ക് പലവിധ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മളിപ്പം IT ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പുകൾ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് മെഷീനറീസ് നമുക്ക് ഉപയോഗിക്കാം. വാട്ടെവർ ജോലിക്കനുസരിച്ച് നമ്മൾ സ്വീകരിക്കാം. ഓക്കെ, ദെൻ പ്രയോറിറ്റൈസ് റൂത്ത്ലെസ്ലി ദ പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാര്യങ്ങൾ ഫോക്കസ് ഓൺ ഹൈ ഇമ്പാക്ട് വർക്ക്, ഐഡന്റിഫൈ ദ concrete concentrate on the critical 20% of tasks that generate 80% of your meaningful results and progress. ഇതൊക്കെ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. Then master the art of numbers. Okay, then schedule the important കാര്യങ്ങൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ പോവുക. അപ്പോ ഉച്ചവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. വർക്ക് നമ്മൾ എഴുന്നേറ്റു, നമ്മുടെ റൊട്ടീൻസ് നമ്മൾ നടത്തി, അതിനുശേഷം നമ്മുടെ ജോലി നമ്മൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്താണോ നമ്മൾ ജോലി ചെയ്യുന്നത്, എത്രയാണോ നമ്മൾ ജോലി ചെയ്യുന്നത്, ഇതിന് ആവശ്യമുള്ള എനർജി കിട്ടുന്ന ജോലി മാത്രമേ നമ്മൾ ആവശ്യമുള്ള എനർജി കിട്ടുന്ന ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, നമ്മളെല്ലാവരും എന്താ സ്വാഭാവികമായിട്ട് ചെയ്യാം, വാരി വലിച്ച് കഴിക്കും. ഓക്കെ, ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മുടെ ടേസ്റ്റിനെ തൃപ്തിപ്പെടുന്ന സാധനം കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി there may be no control. എന്താണ്, നമ്മൾ ഡയബറ്റീസ് ഉള്ള ആളാണോ, അല്ലെങ്കിൽ നമുക്ക് വേറെ വല്ല അസുഖമുള്ള ആളാണോ, ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, നമ്മൾ വാരി വലിച്ച് കഴിക്കും. നിർബന്ധമായിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കലും നമ്മൾ അങ്ങനെ കഴിക്കരുത്. നമ്മുടെ വയറിന് ആവശ്യമായത് മാത്രം നമ്മൾ കഴിക്കുക. എന്താണ് ഈ വയറിന് ആവശ്യം, നമ്മൾ എന്താണ് ജോലി ചെയ്യുന്നത്, നമുക്ക് എത്ര എനർജി നമുക്ക് ആവശ്യമാണ്, അത്രമാത്രം ഭക്ഷണം നിങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലഞ്ച് ഈസ് ഓവർ. ആഫ്റ്റർ ലഞ്ച് യു ടേക്ക് പരമാവധി ഒരു 15 minutes നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മളൊരു റെസ്റ്റ് എടുത്തേ മതിയാവുള്ളൂ. കാര്യം കഴിച്ച ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ഇത്തിരി പ്രവർത്തിക്കാനായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കണം. ഭക്ഷണം കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഹെവി വർക്കിലോട്ട് നമ്മൾ പോകാനായിട്ട് നമ്മൾ പാടില്ല. ദെൻ നെക്സ്റ്റ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രേതബാധ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെയാണ്, ഉച്ചഭക്ഷണത്തിന് ശേഷം. ബിക്കോസ് നമ്മൾ എന്താവും, നല്ല ഭക്ഷണം, ഇനി അല്പം ചില കല്യാണ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു ഉറക്കം വരും, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ എനർജി എന്താവും, നമ്മുടെ ഡൗൺ ആവും. അതുകൊണ്ടാണ് ഈ ഒരു പ്രേതബാധ എന്ന് പറയുന്നത്. സോ ഈ പ്രേതബാധയിൽ നമ്മൾ പെടരുത്. ഓക്കെ, എന്ത് ചെയ്യുന്നു, നമ്മൾ ഭക്ഷണം കഴിഞ്ഞു 15 minutes 15 minutes നമ്മൾ ബ്രേക്ക് എടുത്തു, ദെൻ വി വിൽ ഗോ ടു അവർ
നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയാം. ഈ അടുത്ത കാര്യം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജോലി തീർന്നിട്ടുണ്ടാവില്ല, നമ്മുടെ ജോലിയിലേക്ക് പോവാം. ചിലപ്പോ നമ്മൾ നേരത്തെ ഷിഫ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഉച്ചയോടുകൂടി ഷിഫ്റ്റ് കഴിയുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഇടയിലുള്ള സമയം നമുക്ക് അത്യാവശ്യം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഓൺലൈൻ വർക്കുകൾ നമുക്ക് തീർക്കാം. ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യാണ്ട് നമുക്ക് ഫോൺ ചെയ്യാം. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഈ ഉച്ചയിലും വൈകുന്നേരത്തിനും ഇടയിലായിരിക്കും നമ്മൾ തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, ചെറിയ മീറ്റിങ്ങുകളൊക്കെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട്, മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഹാളിന് മുന്നിൽ ഇരുന്നൊരു മീറ്റിംഗ് അല്ല, അത്യാവശ്യം ആരെങ്കിലും കാണാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇടയിലുള്ള സമയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇതാണ് നമ്മുടെ ഉച്ചയ്ക്ക് ആയിട്ടുള്ള നമ്മുടെ സമയം. ഡെഫിനറ്റ്ലി നമ്മൾ ആഫ്റ്റർ ദാറ്റ് വിൽ റീച്ച് അവർ ഹോം. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ലഘുഭക്ഷണമൊക്കെ കഴിച്ച് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് നമ്മുടെ ഇനി ബാക്കിയുള്ള അന്നത്തെ ദിവസം നമ്മൾ ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ്. രാത്രി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് ഇനി ഒരു 5 മിനിറ്റ്സ്, നേരത്തെ നിങ്ങൾ മാഷ് പറഞ്ഞതിൻ്റെ അകത്ത് നമ്മൾ ബ്രേക്ക് ദ സ്റ്റെപ്സ്. അപ്പൊ ഈ ഒരു ഈവനിങ് ടൈമാണ് നമ്മൾ ഒരു ബ്രേക്കപ്പ്, നമ്മൾ ഒരു 5 മിനിറ്റ്സ് നമ്മൾ എന്താണ് ഇന്ന് രാവിലെ മുതൽ ചെയ്യുന്നത്, ഇനി എന്തൊക്കെ ബാക്കിയുണ്ടെന്നുള്ള ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട്, നമ്മുടെ ആ പ്ലാൻ ഒന്ന് ബ്രേക്ക് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമ്മൾ ആലോചിച്ച് ഈ 5 മിനിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കി രാത്രി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. റിവ്യൂ ആൻഡ് സ്ട്രക്ചർ, നാളത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഡെഫിനറ്റ് ആയിട്ട് പറ്റുകയാണെന്നല്ല, ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. ഈവനിങ് സോ യു വേക്ക് അപ്പ് റെഡി ടു എക്സിക്യൂട്ട്, നോട്ട് സ്ക്രാമ്പിൾ. ഓക്കെ, എന്താ നമ്മളെല്ലാം കൂടെ ഇട്ടിട്ട് സ്ക്രാമ്പിൾ മീൻസ് ഈ സ്ക്രാമ്പിൾഡ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, മുട്ട കൊത്തിപ്പൊരിക്കുന്ന ഒരവസ്ഥ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് മൊത്തം ഇട്ട് വരട്ടി എടുക്കുന്ന ഒരു അവസ്ഥ ഈവനിങ്ങിലേക്ക് വരാനായിട്ട് നമ്മൾ പാടില്ല. ഓക്കെ, റൈറ്റ് ഇറ്റ് ഡൗൺ. നമ്മുടെ ഈ പ്ലാനുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കുന്നതാണ്. എഴുത്തിന്റെ പ്രാധാന്യം മാഷ് നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞു. എഴുതി വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള. ഈ പ്ലാനുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, നടപ്പിലാക്കണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെച്ചിരിക്കണം. എഴുതാത്ത ഒരു പ്ലാനും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. നടപ്പിലാക്കാം, എങ്ങനെയായിരിക്കണം ഈ പ്ലാന്, ഈ ആഗ്രഹം എന്ന് പറയുന്നത് വിശ്വവിഖ്യാതനായ നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ മഹത്തായ റോക്കറ്റ് സയൻസിന്റെ മീൻസ് നമ്മുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ, ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡ്രീം, not in your sleep. When you awake, you have to dream. The burning desire. അത്തരത്തിൽ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമുക്കത് പിക്ചർ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അങ്ങനെ സൂക്ഷിക്കാം. അതല്ലാത്ത ആൾക്കാരെ മുഴുവൻ എന്ത് ചെയ്യണം, നമ്മൾ എഴുതി വെക്കുക തന്നെ ചെയ്യണം. അതിനുശേഷം നമ്മുടെ വൈകുന്നേരം ആയി കഴിഞ്ഞു, വൈകുന്നേരം ഇത്തരം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. ഇനി അത്യാവശ്യം എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവർക്ക് നമുക്ക് പോവാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടുകാരുമായിട്ട് നമ്മൾ ഈ ജോലി കാര്യങ്ങൾ മറ്റുള്ളത് ഇതെല്ലാം നമ്മൾ പോയി കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ കുറച്ച് സമയം നമ്മുടെ വീട്ടുകാരായിട്ട് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. കാര്യം നമ്മൾ ഈ മരിക്കുന്നതും നമ്മൾ ഈ അധ്വാനിക്കുന്നതും മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ വേണ്ടി മാത്രമാണ്. സോ വൈകുന്നേരം മിനിമം ഒരു 30 to 40 മിനിറ്റ്സ്, അല്ലെങ്കിൽ ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു 15 മുതൽ അരമണിക്കൂറെങ്കിലും 30 മിനിറ്റ് 40 മിനിറ്റ് എങ്കിലും നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മൾ ചെലവഴിക്കുക, പരസ്പരം കാര്യങ്ങൾ പറയുക, സംസാരിക്കുക. നിങ്ങൾക്കറിയാം, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ പഴയ ചില സിനിമകളോ അല്ലെങ്കിൽ അതുപോലുള്ളൊക്കെ ഉണ്ടാവും. വൈകുന്നേരങ്ങളിൽ വീട്ടിലെ കാരണവരിരുന്ന് എല്ലാവരും പൂമുഖത്തിരുന്ന് അന്നത്തെ കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ച് എന്ത് ചെയ്തു, തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, ശാസിക്കേണ്ടവരെ ശാസിക്കുക. ഇതൊക്കെ നമുക്ക് മുന്നേ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പഴയ തലമുറ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇന്നോ എന്താണ് അവസ്ഥ? ഇന്നൊരു വീട്ടിൽ വൈകുന്നേരം സന്ധ്യാനേരത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ ടിവിയുടെ മുന്നിലുണ്ടാവും, കുറച്ച് ആൾക്കാർ ഓരോരോ റൂമിലായിട്ട് ഫോണിലുണ്ടാവും, മറ്റു ചിലർ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള അവസ്ഥയിൽ ഏതോ ലോകത്തുണ്ടാവും. ഇതല്ലേ നമ്മുടെ വൈകുന്നേരങ്ങൾ, ഓരോ വീടിന്റെ അവസ്ഥ. പക്ഷെ ഒരിക്കലും ഇത്തരം വീടുകൾ എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ലക്ഷ്യബോധമില്ലാത്ത നമ്മുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളെ ഒരിക്കലും ഗ്രോത്തിലേക്കല്ല. 24 പോയിട്ട് നിങ്ങൾക്ക് 365 ദിവസം തന്നെ നീട്ടി തന്നാൽ, സൂര്യൻ ഉദിച്ച് 365 ദിവസം കഴിഞ്ഞ് അസ്തമിച്ചാലും നമ്മൾ ഒരിക്കലും നമ്മുടെ ജോലി തീർക്കാനായിട്ട് നമ്മൾ പോകുന്നില്ല. ഇതുപോലെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ 24 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയൂ. സോ വൈകുന്നേരങ്ങളിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, സംസാരിച്ച കാര്യങ്ങളൊക്കെ ദെൻ ഡെഫിനറ്റ്ലി നമ്മൾ നാളത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു. അടുത്തെന്ന് വരുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്.
reflect daily on what you are thankful for to cultivate contentment and reduce stress. അന്നത്തെ ദിവസം നിങ്ങൾക്കറിയാം, നമ്മൾ ചില മതങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. സോ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തോട് നന്ദി പറയുക. ആ ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം അന്നത്തെ ദിവസങ്ങളിൽ നമ്മെ സഹായിച്ച ആൾക്കാരോട് നമ്മൾ നന്ദി പറയുക. സോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏതുവിധ പ്രശ്നങ്ങളും ഏതുവിധ വിഷമങ്ങളും നമ്മൾ തീർക്കാനുള്ള വലിയൊരു ഉപായമാണ്, ഒരു ഉപാധിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലിബ്രേറ്റ് വിൻസ്. നമ്മുടെ ജീവിതത്തിൽ അന്നത്തെ ദിവസം ഉണ്ടായ നമ്മുടെ വിജയങ്ങൾ, നമ്മൾ എന്ത് ചെയ്തു എന്നതിനേക്കാൾ ഉപരി ഞാൻ എന്ത് ചെയ്തില്ല എന്നതിനേക്കാൾ ഉപരി ഞാൻ എന്ത് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കുന്നതാണ് ഏറ്റവും മഹത്തരമായ കാര്യം. സോ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ വിജയിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അതാണ് നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സന്തോഷിപ്പിക്കുന്നത്, നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയാം. ഓക്കെ, ഫൈൻ. ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ 24 മണിക്കൂറിനെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് നമ്മൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? സോ ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പോകുമ്പോൾ നമ്മുടെ നെഗറ്റീവ് എന്താണ്, നമ്മുടെ പോസിറ്റീവ് എന്താണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമ്മുടെ സ്ട്രെങ്ത്തിനെയും നമ്മുടെ ശക്തിയെയും നമ്മുടെ ശക്തി ഇല്ലായ്മയെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ രീതിയിൽ നമുക്ക് ജീവിതത്തിൽ എവിടെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വരുത്തേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞു. ഓക്കെ, സോ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ 24 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മാത്രമാണ്. പണ്ട് ഏതോ ഒരു സിനിമയിൽ ജഗതി പറഞ്ഞതുപോലെ അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞ പോലെ, എന്നോട് തന്നെയാണ്, എന്നെ മാത്രമാണ്, എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നമ്മെ ഉദ്ദേശിച്ചാണ്, നമ്മെ മാത്രം ഉദ്ദേശിച്ചാണ്. ഈ 24 മണിക്കൂർ നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ദ മോസ്റ്റ് പ്രഷ്യസ് ടൈം ഈസ് യുവർ ഓൺലി ട്രൂലി നോൺ റിന്യൂവബിൾ അസെറ്റ്. വൺസ് സ്പെൻഡ് ഇറ്റ്സ് ഗോൺ ഫോർ എവർ. നമ്മൾ പറയാണ്ട് സമയം എന്ന് പറയുന്നത് പൈസയാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല കൂട്ടരെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കേണ്ട, സമയം എന്ന് പറയുന്നത് പൈസയല്ല, സമയം എന്ന് പറയുന്നത് ജീവിതമാണ്. പൈസ ഇന്ന് 100 രൂപ കുറഞ്ഞു പോയാൽ നാളെ നമുക്ക് 200 രൂപ ഉണ്ടാക്കാനുള്ള മാർഗം നമ്മുടെ മുന്നിൽ ഉണ്ടാവും, അല്ലെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇന്ന് നഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് നാളെ തിരിച്ചു പിടിക്കണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് പറ്റില്ല. 24 മണിക്കൂർ എന്ന് പറയുന്നത് 24 മണിക്കൂറും ഒരു സെക്കൻഡ് ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. സോ നെവർ വേസ്റ്റ് ദ ടൈം. സോ എങ്ങനെ നമ്മൾ തുടങ്ങുന്നു? ബിഗിൻ വിത്ത് സിമ്പിൾ സ്റ്റെപ്സ്. ട്രാക്ക് യുവർ ടൈം, പ്ലാൻ ഇന്റൻഷനലി, പ്രയോറിറ്റൈസ് റൂത്ത്ലെസ്ലി ആൻഡ് പ്രൊട്ടക്ട് ഫോർ ഫോക്കസ്. ഓക്കെ, പ്രൊട്ടക്ട് യുവർ ഫോക്കസ്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുന്നിൽ ഒരു വലിയൊരു കത്തുന്ന തീപ്പന്തം പോലെ നമ്മുടെ മുന്നിൽ നമ്മൾ നിലനിർത്തുക. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എല്ലാവരും ലക്ഷ്യത്തിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നിലേക്ക് പോവുക. Then master your life. When you master 24 hours, you master your productivity, your goals, and ultimately your entire life. സോ 24 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ പരിധിയിൽ നമ്മൾ ആക്കുമ്പോൾ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ഉത്പാദനക്ഷമത, മീൻസ് അത് എല്ലാം. സോ നമ്മൾ മാഷ് നേരത്തെ 5 വിധത്തിലുള്ള നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഈ 5 വിധത്തിലുള്ള ആരോഗ്യം ഒരു മനുഷ്യന് കിട്ടുമ്പോൾ അവനാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മളിലേക്ക് നമ്മുടെ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും, ഈ ചില ആൾക്കാർക്ക് 2 ഉണ്ടാവാം, 3 ഉണ്ടാവാം, 4 ഉണ്ടാവാം, 5 വിധത്തിലുള്ള ആരോഗ്യം നമുക്ക് എല്ലാവർക്കും ഇല്ല. അതിലേക്ക് എത്തിച്ചേരലാണ് നമ്മുടെ ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഗോൾ സെറ്റിംഗിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അൾട്ടിമേറ്റ്ലി യുവർ എൻറ്റയർ ലൈഫ്, ജീവിതം മൊത്തം ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, വളരെ നേരത്തെ നമ്മൾ ഉറക്കമുണരാൻ നമ്മൾ ശ്രമിക്കുക. മൊബൈൽ ഫോണിന്റെ ഉപയോഗം രാവിലെ അരമണിക്കൂർ നമ്മൾ പാടില്ല. എക്സസൈസ് മസ്റ്റ് ആണ്. ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുക, എനർജി നമ്മൾ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്ന് പറയുന്നത്, ഭക്ഷണം പൊതുവെ ഏത് നേരത്തെ ഭക്ഷണമാണെങ്കിലും ആവശ്യത്തിന് മാത്രം കഴിക്കുക. ദെൻ രാത്രി വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഫാമിലി ആയിട്ട് കുറച്ച് സമയം നമ്മൾ ഇരിക്കാൻ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഉറക്കത്തിലേക്ക് പോകും. ഈ ഉറക്കത്തിലേക്ക് പോകുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന്റെ അരമണിക്കൂറും നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ കാണരുത്. ഓക്കെ, ആ അരമണിക്കൂറിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? മൊബൈൽ ഫോണിനെ നമ്മൾ അവിടെ അങ്ങ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഓക്കെ, യുവർ മൊബൈൽ ഫോൺ ഇസ് നോട്ട് യുവർ പില്ലോ. ചില ആൾക്കാർ മൊബൈൽ ഫോൺ തലയാണയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഉറക്കത്തിൽ തലയാണയ്ക്ക് പകരം മൊബൈൽ ഫോൺ വെച്ച്
കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ. ഡെഫിനറ്റ്ലി ഒരിക്കലും അങ്ങനെ പാടില്ല. നെവർ മേക്ക് യുവർ മൊബൈൽ ഫോൺ ആസ് യുവർ പില്ലോ. നമ്മുടെ പില്ലോ ആക്കിയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിനെ നമ്മൾ മാറ്റാനായിട്ട് ഒരിക്കലും പാടില്ല. സോ ഏകദേശം ഒരു 45 മിനിറ്റിലധികമായി ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു. ഒരു ഓവറോൾ നമ്മുടെ ഈ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് നമ്മുടെ സമയം വ്യക്തമായി നമ്മൾ മാനേജ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തായിട്ട് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സോ ഈ ട്രെയിനിങ് സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആക്കി നമ്മൾ മാറ്റാനാണ്. എന്നും നിങ്ങളുടെ കൂടെ മാഷ് മെന്ററുടെ ഒരു ഗുരുവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഞാൻ ഈ യാനം അസോസിയേറ്റ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. സോ അതിന് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് കാര്യം എന്തിനാണ് ഇത്തരം ട്രെയിനിങ്ങുകൾ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ വരുന്ന കാര്യം മുന്നേയൊക്കെ നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ജീവിച്ച ആൾക്കാരാണ്. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് റോൾ മോഡൽ ആക്കാൻ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണും. നമ്മുടെ അച്ചാച്ചൻ, നമ്മുടെ മുത്തച്ഛൻ, നമ്മുടെ ഇളയച്ചൻ, നമ്മുടെ ഇളയമ്മ, അങ്ങനെ കുറെ ആൾക്കാർ. പക്ഷെ ഇന്നത്തെ ഈ അണുകുടുംബത്തിൽ നമ്മൾ ആരെയാണ് നമ്മൾ റോൾ മോഡൽ ആക്കാൻ നമ്മൾ കാണുന്നത്? സോ നമ്മുടെ മക്കൾ ഇപ്പൊ ഒന്ന് സമയമില്ലാത്തൊരു സമയം, അച്ഛൻ രാവിലെ പോകുന്നു, അമ്മ വരുന്നു, അമ്മ പോകുന്നു, അച്ഛൻ വരുന്നു, പിന്നെ അച്ഛനും അമ്മയും ഒരുമിച്ച് നമ്മുടെ മക്കൾ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദുഃഖസത്യം എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമ്മൾ ആരെയാണ് റോൾ മോഡൽ ആക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് നമ്മുടെ ഗുരുവാക്കി മാറ്റേണ്ടത്? ഇതിനൊന്നും നമുക്ക് സമയമില്ല. സോ മുൻകാലങ്ങളിൽ എന്ന് പറയുന്നത് നമുക്ക് ഇതിനൊക്കെ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ സമയവും സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വളർന്നു വന്ന ആൾക്കാർ എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ കാലം മാറുന്നു, സമയം മാറുന്നു, വേഗത കൂടുന്നു ജീവിതത്തിന്. ഇനി വീണ്ടും നമ്മുടെ ആ പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകണമെന്ന് ഒരിക്കലും നമുക്ക് ആഗ്രഹിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ ഇത്തരം അറിവുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വയമേവ പകർത്തി ഇനിയുള്ള തലമുറയെങ്കിലും നമുക്ക് ഒരു നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കേണ്ടതിന്റെ ആവശ്യകത വളരെയധികം ഏറിയിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ ആൾക്കാർക്കും ഒരിക്കൽ കൂടെ നല്ല ഒരു ജീവിത വിജയം ആശംസിച്ചുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ ചുരുക്കുന്നു. Then over to രമേശ് മാഷ്. ഓക്കെ, താങ്ക് യു മിനി. എക്സലന്റ് സെഷൻ. എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന വിധത്തിൽ ടൈം മാനേജ്മെന്റിനെ സ്വന്തം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഡോക്ടർ. നമുക്കും അദ്ദേഹത്തെ മാതൃകയാകാം. ഈ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഓർമ്മിക്കാനുള്ള ഒരു വ്യക്തി വാറൻ ബുഫറ്റ് ആണ്. വാറൻ ബുഫറ്റ് 94 വയസ്സായപ്പോൾ ജീവിതത്തിൽ റിട്ടയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു സ്പീച്ച് ലോകമാധ്യമങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ജീവിതത്തിൽ നേടിയെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമ്പത്ത് മാത്രമല്ല, 40 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള മനുഷ്യൻ 50 വർഷം പഴക്കമുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹം പഴയൊരു കാറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ ഇതിന്റെ, എന്തിനാണ് പണം എന്ന് ചോദിച്ചു. പറഞ്ഞു, സുഹൃത്തെ, ഞാൻ അനുഭവിക്കുന്ന ആത്മസംതൃപ്തി നിനക്ക് മനസ്സിലാവില്ല. അദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭയം എന്താണ്? വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫിയർ ഇൻ യുവർ ലൈഫ്? അന്ന് അദ്ദേഹം പറഞ്ഞ ഉത്തരം മനോഹരമായ ഒരു ഇംഗ്ലീഷ് സെന്റൻസ് ആണ്, നോട്ട് ബീയിങ് ഏബിൾ ടു ഡു വാട്ട് ഐ ലവ്. എനിക്ക് എത്രയും പ്രണയിക്കുന്ന, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് എനിക്ക് ഭയം ഉണ്ടാവുന്നത്, മരണമല്ല. അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടോ, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ? ആ പാഷനും ലക്ഷ്യവും ഒന്നും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മനോഹരമാവുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ജീവിതം ഒരു അർത്ഥരഹിതമായി കളഞ്ഞു പോകരുത്. നമുക്ക് കിട്ടിയ മനോഹരമായ ജീവിതത്തെ നമുക്ക് മനോഹരമാക്കി തന്നെ അവസാനിപ്പിക്കാം. ജീവിതത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ ഓർമ്മിക്കുന്നത്? അദ്ദേഹം പറഞ്ഞൊരു ഉത്തരം എന്നെ ഏറെ സ്പർശിച്ചു. ഞാൻ ഓർമ്മിക്കുന്നത് എന്റെ ബാങ്ക് ബാലൻസ് അല്ല, ഞാൻ ബന്ധപ്പെട്ട ജനങ്ങൾ, നമ്മുടെ ഈ കൂട്ടായ്മ, ഞങ്ങളുടെ സംഭാഷണങ്ങൾ, നമ്മൾ ആരോടൊക്കെയോ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭാഷണങ്ങൾ, മറ്റൊന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സന്തോഷമായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചിരികൾ, ഇതൊക്കെയാണ് എന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എത്രയാണോ വരുമാനം അതിൽ കുറച്ച് നിങ്ങൾ ജീവിക്കുക. നിങ്ങളുടെ ജീവിതം മനോഹരമാവും. എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ട താളപ്പിഴകൾ ഈ വർഷവും നമ്മൾ ഇനി ആവർത്തിക്കാതിരിക്കണമെന്ന് ഉറച്ച വിശ്വാസമുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്ന ലിങ്കിലൊക്കെ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ തുടർ പ്രക്രിയയിലേക്ക് വന്ന് ഈ നിങ്ങൾ ഒറ്റക്കല്ല സഹോദര എന്ന ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് മാത്രം കൂടെ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ജീവിതത്തിൽ 3 വാക്കുകൾ എന്നെ പ്രചോദിപ്പിക്കുന്നു. 1 പ്യൂരിറ്റി, 2 ക്ലാരിറ്റി, 3 പ്രയോറിറ്റി. 1 ശുദ്ധത, 1 വ്യക്തത, അതോടൊപ്പം തന്നെ ഏതാണ് ആദ്യം ചെയ്യുന്നതിൽ അറിവ്. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ 2026 വരവേൽക്കാമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 2 മണിക്കൂർ നേരം ഞങ്ങളെ സഹിച്ചു അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചു എന്ന് ബോധ്യപ്പെടുന്ന ഈ 136ഓളം പേരോട്
എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ഓവർ ടു വിനീഷ് ഫോർ ദ ഫൈനൽ വേർഡ്സ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വീഡിയോ ഓൺ ആക്കുന്നില്ല. ഇന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു നോളജ് ഷെയർ ചെയ്ത രമേശ് മാഷക്കും അതേപോലെ തന്നെ സുമേഷ് ഡോക്ടർക്കുള്ള എല്ലാവിധ നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. അതേപോലെ ഇത്രയും സമയം നമ്മളെ വിശ്വസിച്ച് കൂടെ നിന്ന് ഇത്രയും സമയം ഈ ഒരു പ്രോഗ്രാം വളരെ ശ്രദ്ധയോടെ നോട്ട് ചെയ്ത് എടുത്ത ഒട്ടനവധി ആളുകൾ, മനസ്സിലേക്ക് കൊടുത്ത ഒട്ടനവധി ആളുകൾ, ഒരു പുനർചിന്തനത്തിന് വേണ്ടി ഒരുപാട് ആളുകളുടെ ബ്രെയിനിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നു. അവിടെ നിങ്ങളുടെ ഡിജിറ്റൽ ക്ലാപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഈ ട്രെയിനേഴ്സിന് കൊടുക്കാം. അതേപോലെ ഈ ഒരു വരുന്ന വർഷം 2026 ജനുവരി 1 മുതൽ തുടങ്ങേണ്ട മാറ്റങ്ങളല്ല, ഇപ്പോൾ മുതൽ തുടങ്ങേണ്ട മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായി നിങ്ങളുടെ ഓരോ ചുവടും, നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾ കുറിച്ചു വെച്ച ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ട്രെയിനിങ് ക്ലാസ്സുകളുമായും ഇതേപോലുള്ള നോളജ് സെഷനുമായി ഞങ്ങൾ വരും. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഇതിൽ ചാറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ നേടാൻ, എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. ഗുഡ് നൈറ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ. താങ്ക് യു സോ മച്ച്. Good night all.